So, loss present. Okay. So next topic. Moving on to next topic. Moving on to next topic. Law of chemical combination. Law of chemical combination. Actually, law of chemical combination. Law of chemical combination. Now, what the law of chemical combination means? Law of chemical combination means when an element when an element or elements combines to form compounds. When elements combines to form compounds, they should obey 5 important law. ഒരു എലമെന്റ്സ് കമ്പൈൻ ചെയ്ത് കോമ്പൗണ്ട് ഫോം ചെയ്യുമ്പോൾ അവർ 5 important law obey ചെയ്യണം. Now, which are these 5 important law? First one is law of conservation of mass. First law is law of conservation of mass. Second law is law of definite proportion. Law of definite proportion. Third law is law of multiple proportion. Law of multiple proportion. And fourth law, fourth important law is law of combining volume, or it's also known as Gay-Lussac's law of combining volume. Fourth law. And fifth and important law, fifth and final law is Avogadro's law. Avogadro's law. So these are the 5 law. These are the 5 important law that the molecule, the element should follow when it combines to form compounds. Elements combine ചെയ്ത് compounds form ചെയ്യുമ്പോൾ ഈ compound form ചെയ്യുമ്പോൾ ഈ elements 5 law obey ചെയ്യണം. 5 law obey ചെയ്തിട്ടാണ് elements compounds ആയിട്ട് മാറുന്നത്. So elements combines to form compounds, and these conversion follows ഈ elements compound ആയിട്ട് conversion. ആ conversion 5 law obey ചെയ്യുന്നുണ്ട്. And first among them is law of conservation of mass. ഞാൻ ഇത് പറഞ്ഞായിരുന്നു ഇത്. ഈ law പറഞ്ഞു. Tell me, students. സിലബസിലുണ്ടോന്ന് നോക്കിയിട്ട് പറയാം. Actually, this is not in your syllabus. It's not. They have removed this topic from your syllabus. NCERT ഈ ടോപ്പിക്സ് സിലബസിൽ നിന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട്. NCERT ഈ ടോപ്പിക്സ് സിലബസിൽ നിന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട്. But if you are preparing for NEET, JEE, etc., then you have to study this topic. നിങ്ങൾ നീറ്റിനോ ജെഇക്കോ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ടോപ്പിക് പഠിച്ചിരിക്കണം. പിന്നെ ഇത് ഇമ്പോർട്ടന്റ് ലോസ് ആണ്. ഇത് അറിയാതെ എലമെന്റ്സ് കോമ്പൗണ്ട്സ് ഫോം ചെയ്യണം എന്താണെന്ന് മനസ്സിലാവില്ല. സോ യു ഹാവ് ടു സ്റ്റഡി ദിസ് ടോപ്പിക്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ മതി. ജസ്റ്റ് ഓക്കെ. ക്ലാസ് റെക്കോർഡിംഗ്, ഇറ്റ്സ് റെക്കോർഡിംഗ്. താങ്ക് യു. ഇപ്പോൾ ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിച്ചത് മെസ്സേജ്. ഓൾറെഡി എനിക്ക് ഒരാൾ മെസ്സേജ് തരുന്നു റെക്കോർഡ് ചെയ്യുന്നുണ്ടോന്ന്. ഞാൻ മറന്നുപോയിരുന്നു. താങ്ക് യു. ഓക്കെ. സോ ഈ ലോസ് ഇമ്പോർട്ടന്റ് ആയ 5 ലോസ് ആണ്. ഈ ലോസ് എപ്പോഴും നിങ്ങൾ എത്ര കാലം കെമിസ്ട്രി പഠിക്കുന്നു, ഇഫ് യു ആർ ലേണിംഗ് കെമിസ്ട്രി ഫോർ നെക്സ്റ്റ് 5 to 6 years, ഫോർ എക്സാമ്പിൾ ഇഫ് യു നിങ്ങളിപ്പോ എന്താ പറയുക മെഡിസിൻ ഫീൽഡിലോ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഫീൽഡിലോ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പ്യുവർ സയൻസിലോട്ട് പോവുകയാണെങ്കിൽ വിചാരിക്കും, നിങ്ങൾക്ക് ഈ 5 ലോസ് അറിയണം. എലമെന്റ്സ് കോമ്പൗണ്ട് ഫോം ചെയ്യണത് ഈ 5 ലോസ് വെച്ചാണ്. ഈ ലോസ് അറിഞ്ഞിരിക്കണം. സോ നിങ്ങൾക്ക് NCERT-ക്കാര് സിലബസ് ഇന്ന് അതെടുത്ത് മാറ്റിയെങ്കിലും ജെഇക്ക് നീറ്റിന് അത് ഈ വർഷത്തേക്ക് മാത്രമേ മാറ്റിയുള്ളൂ. ഡ്യൂ ടു ദിസ് കൊറോണ പ്രോബ്ലം. ഈ പ്രോബ്ലം ഉള്ളത് കൊണ്ട് മാത്രം ഈ വർഷത്തേക്കാണ് മാറ്റിയത്. ഇപ്പൊ നെക്സ്റ്റ് ഇയർ, ദാറ്റ് ഇസ് നിങ്ങൾ 12th, അതായത് നിങ്ങളിപ്പോ 2022 നിങ്ങൾ 12th കഴിഞ്ഞിട്ട് നിങ്ങൾ ജെഇ നീറ്റ് അങ്ങനെ പറഞ്ഞ എൻട്രൻസ് എക്സാം എഴുതുമ്പോൾ ഈ ടോപ്പിക്സ് ഉണ്ടാവും. അപ്പോൾ വീണ്ടും അപ്പിരുന്ന് പഠിക്കുന്നേക്കാളും ഈ ചാപ്റ്ററിന്റെ കൂടെ തന്നെ ഒന്ന് പറഞ്ഞു പോകാം. സിമ്പിൾ ആണല്ലോ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കീൻ ആയിട്ട് ഒബ്സർവ് ചെയ്താൽ മതി, നിങ്ങൾക്ക് അത് പെട്ടെന്ന് മനസ്സിലാവും. ജസ്റ്റ് ഒന്ന് കേട്ടിരുന്നാൽ മാത്രം മതി. സിമ്പിൾ ലോ ആണ്. 5 സിമ്പിൾ ലോസ്. ഞാൻ ഉറപ്പ് വരുന്നു സിമ്പിൾ ആണ്. കേട്ടിരുന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ കാണിച്ചു തരാം. സിമ്പിൾ ലോ. ഫസ്റ്റ് ലോയിലോട്ട് പോവാണ്. മൂവിംഗ് ഓൺ ടു ഫസ്റ്റ് ആൻഡ് ഇമ്പോർട്ടന്റ് law of conservation of mass. This law is known as law of conservation of mass, and this law was proposed by Antonio Lavoisier in the year 1789. So Lavoisier proposed law of conservation of mass. First law of chemical combination la 5 law ആണ് വരുന്നത്. അതിൽ first law of conservation of mass, and this law was proposed by Lavoisier in the year 1789. Now, this law can be applied for both physical and chemical changes. Physical reaction-ലും chemical reaction-ലും ഈ law നമുക്ക് apply ചെയ്യാം. എന്താണ് ഈ physical chemical reactions എന്ന് പറയാതെ, for example, consider some ice cubes in a weighing machine. നിങ്ങൾ കുറച്ച് ice cubes നെ weigh ചെയ്യാണ്. Consider some ice cubes in a weighing machine. This is our weighing machine. So this is a pointer.
So I'm placing some ice cubes in this weighing machine. Okay. And this ice cube, ice cubes are placed the weighing machine show a reading 50 grams in the carnage. If this weighing machine is showing 50 grams, ice and the weight 50 grams. Now, after 2 hours, ഞാൻ 2 മണിക്കൂറിന് ശേഷം ഞാൻ ഈ weighing machine check ചെയ്യണം. So ice എന്തായി മാറി കാണും? It will be like ice melts to form water. Ice melt is water. So after 2 hours, I'm checking the weight of this water. It will show 50 grams. The reason is this ice is water. So ice ice melt to form water. So ഇവിടെ എന്താണ് ഐസിന്റെ weight? അത് തന്നെയായിരിക്കും വാട്ടറിന്റെ weight. Okay അല്ലേ? Let ice be our reactant and water be our product. So here weight of reactant and weight of product both are same. So when a reaction occurs, that is when a reactant convert to product, ഒരു reactant product ആയിട്ട് മാറുമ്പോൾ എന്താണ് reactantന്റെ weight? Total mass of the reactant will be equal to total mass of the product. നിങ്ങൾക്ക് എന്താണ് റിയാക്ടന്റിന്റെ വെയിറ്റ് അത് തന്നെയായിരിക്കും പ്രൊഡക്റ്റിന്റെ വെയിറ്റ്. ഓക്കെ അല്ലേ? സോ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാനൊരു ഐസ് ക്യൂബ്സ് കുറച്ചൊരു വെയിങ് മെഷീനിൽ എടുത്തു. weighing that ice cubes and it's showing a 50, it's showing a reading nearly equal to 50 grams. After 2 hours, ഞാൻ വരുമ്പോൾ എന്താണ് ഐസ് മെൽറ്റ് ആയി വാട്ടർ ആയി. ഇവിടെയും വെയിറ്റ് എത്ര തന്നെയാണ്? 50 grams തന്നെയാണ്. So there is no change in the mass of ice and water or weight of ice and water. അതായത് let it be reactant. Ice reactant ആയിക്കോട്ടെ, let water be product. So weight of water will be equal to, or weight of water is equal to weight of ice equal to weight of water. രണ്ടിന്റെയും weight same ആണ്. That means total mass of the reactant and total mass of the product always remain same in each and every reaction. നിങ്ങൾ ഏത് റിയാക്ഷൻ എടുത്താലും റിയാക്ടൻസിന്റെയും പ്രൊഡക്റ്റിന്റെയും മാസ് എപ്പോഴും സെയിം ആയിരിക്കും. ഓക്കെ അല്ലേ? We can explain this law using another example. So I'm rubbing this example. ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. Is it clear? Students, is it clear? Yes, sir. Yes, sir. Clear, sir. Yeah. Okay, thank you for responding. Now, if I'm taking AgNO3 react with NaCl to form AgCl plus NaNO3. Okay, if the weight of reactant is, if weight of AgNO3 and Na, these two are reactants. These two are reactants. I'm taking 10 grams of AgNO3 and 12 grams of NaCl. This is react. They completely react. If they react, this is a product. Okay. Total mass of reactant is 12 plus 10, you will get 22 grams. So total mass of reactant is 22 grams. And total mass of product will be equal to 22 grams. That is, total mass of reactant and total mass of product remain same in each and every reaction. ഏത് റിയാക്ഷൻ ആയാലും എന്താണ് റിയാക്ടന്റിന്റെ മാസ് അത് തന്നെയായിരിക്കും പ്രൊഡക്റ്റിന്റെ മാസ്. Is it clear? Yes, tell me. അതിനു വേണ്ടിട്ടാണോ നമ്മൾ ബാലൻസ് ചെയ്യണേ? ബാലൻസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതെ, ബാലൻസ് ചെയ്യണത് എന്തിനാന്ന് ചോദിച്ചാൽ റിയാക്ഷൻ ഇപ്പൊ ഇത്രയും റിയാക്ഷൻ എടുത്താൽ ഇത്രയും പ്രൊഡക്റ്റ് കിട്ടണം. ഫോർ എക്സാമ്പിൾ നമ്മള് H2 plus O2 എടുത്തു കഴിഞ്ഞാൽ 2H2O കിട്ടിയിരിക്കണം. നമുക്ക് കിട്ടും. കാര്യം ഇവരുടെ വെയിറ്റും എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. ഇവിടെ 2 ഇട്ട് കൊടുത്താൽ ആ സെയിം വെയിറ്റ് കിട്ടുള്ളൂ. അതുകൊണ്ടാണ് ആ വെയിറ്റ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. എത്രയാണ് എടുത്തത് അത്ര തന്നെ അവിടെ കിട്ടണം. ഓക്കെ, ഗുഡ് ഗോകുൽനാഥ്, ഗുഡ്. നൈസ് ഒബ്സർവേഷൻ. ഇതാണ് എനിക്ക് വേണ്ടത്. നിങ്ങൾ ഒബ്സർവ് ചെയ്യുക. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എന്നോട് പറയാം. ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ. സോ ഫസ്റ്റ് law of conservation of mass. എന്താണ് law of conservation of mass? Total mass of the reactant and total mass of the product remains same in each and every reaction. ഏത് റിയാക്ഷൻ, അത് ഫിസിക്കൽ റിയാക്ഷൻ ആകാം, കെമിക്കൽ റിയാക്ഷൻ. എന്താണ് ഫിസിക്കൽ കെമിക്കൽ വ്യത്യാസം എന്ന് പറയാം. If ice converts to water, when ice converts to form water or ice melts to form water, അത് physical change ആണ്. Solid is converting to liquid. That's a physical change.
അതാണ് ഫിസിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നത്. നേരെ മറിച്ചത് ദീസ് ആർ കെമിക്കൽ റിയാക്ഷൻ. ഇവര് റിയാക്ട് ചെയ്തിട്ട് പ്രൊഡക്റ്റ് ആവുന്നു. ഇത് കെമിക്കൽ റിയാക്ഷൻ. ഐസ് ലിക്വിഡ് ആവുന്നത്, സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യുന്നു, സോളിഡ് ലിക്വിഡ്, ലിക്വിഡ് ഗ്യാസ്, സോളിഡ് ഗ്യാസ്, അങ്ങനെ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യുന്ന റിയാക്ഷൻസ് ആണെങ്കിൽ യു ക്യാൻ കൺസിഡർ ദോസ് റിയാക്ഷൻസ് ആർ ഫിസിക്കൽ റിയാക്ഷൻസ്. അല്ലാതെ റിയാക്ഷൻ കെമിക്കലി റിയാക്ട് ചെയ്യാൻ ഇപ്പൊ വേറെ പ്രൊഡക്റ്റ് ആയില്ലേ, AgNO3 NaCl റിയാക്ട് ടു ഫോം AgCl ആൻഡ് NaNO3 വേറെ പ്രൊഡക്റ്റ് ഉണ്ടായി. മറ്റേത് ഐസ്, H2O solid is ice, H2O solid is converted to H2O liquid. ഇവിടെ ചേഞ്ച് ചെയ്യുന്നില്ല, H2O ആയിട്ട് തന്നെ നിൽക്കുന്നു. ഓൺലി സ്റ്റേറ്റ് is changing, only their phases are changing. സോളിഡ് ലിക്വിഡ് ആയി, അങ്ങനെ ഫേസസ് മാത്രം ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ those reactions are known as physical reaction or physical change. But here you are taking AgNO3 and NaCl, but you are getting AgCl and NaNO3. You are getting different product. അങ്ങനെ different product കിട്ടുകയാണെങ്കിൽ those are chemical change. So whether irrespective of the type of reaction, whether it is chemical change or physical change, chemical ആയിക്കോട്ടെ physical ആയിക്കോട്ടെ ഏത് തരം റിയാക്ഷൻ ആയിക്കോട്ടെ, total mass of reactant and total mass of product always remains same irrespective of the nature of reaction. അത് physical ആയിക്കോട്ടെ chemical ആയിക്കോട്ടെ. This law is known as law of conservation of mass, proposed by Lavoisier in the year 1789. Is it clear? Is it clear? Clear, sir. Or not? Clear, sir. So Yes, total sir. mass of reactant is equal to total mass of product. Yeah, thank you. So in both chemical and physical change, physical change ആയാലും chemical change ആയാലും ഞാൻ സ്പീഡിൽ എഴുതിയത് കൊണ്ടാണ് നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നതെന്ന് വിചാരിക്കുന്നു. ഞാൻ സ്പീഡിൽ എഴുതിയായിരുന്നു, അതുകൊണ്ടാണ് നിങ്ങൾക്ക് നോട്ട്സ് അയച്ചേക്കുന്നത് ഇത് തന്നെയാണ്. Okay, total mass of reactant is equal to total mass of product on both chemical and physical change. That means matter can neither be created nor be destroyed. That is matter. Mass ഉള്ളത് ആർക്കാണ്? മാറ്ററിനല്ലേ. Matter is anything that has mass and occupies space. So mass ഉള്ളത് മാറ്ററിനാണ്. Matter can neither be created nor be destroyed. മാറ്ററിനെ ഉണ്ടാക്കാനും പറ്റില്ല, നശിപ്പിക്കാനും പറ്റില്ല. ബിക്കോസ് മാറ്ററിന് മാസ് ഉണ്ട്. മാസ് എപ്പോഴും സെയിം ആണ്. അതുകൊണ്ട് മാറ്റർ ഉണ്ടാക്കാനും പറ്റില്ല, നശിപ്പിക്കാനും പറ്റില്ല. ഓക്കെ, നോ നീഡ് ടു സ്റ്റഡി ദിസ് സ്റ്റേറ്റ്മെന്റ്. ഈ സ്റ്റേറ്റ്മെന്റ് പഠിക്കണം എന്നില്ല, ഇത് പഠിച്ചാൽ മതി. പക്ഷെ ഓർക്കുക, മാസ് ഉള്ളത് ആർക്കാണ്? മാറ്ററിനാണ്. That means matter can neither be created nor be destroyed. This is our first law, law of conservation of mass. I think it's clear. കണ്ടോ, സിമ്പിൾ ലോ അല്ലേ, ഇത്രേ ഉള്ളൂ. പക്ഷെ ഇത് അറിയണം നമ്മൾ. ഒരു റിയാക്ഷൻ ഒക്കെ പഠിക്കുമ്പോൾ എപ്പോഴും ഇത് അറിയണം. ഇത് അറിയില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. Second law, and this law was proposed by Joseph Proust in the year 1799. After 10 years, അല്ലെ, almost 10 years അല്ലെ, 1789 Lavoisier law of conservation of mass propose ചെയ്തു. After 10 years, Joseph Proust proposed law of definite proportion in 1799. Our second law, 1799. Okay, consider water. 2H2O balance ചെയ്ത് എഴുതിയേക്കാണ്. 2H2 plus O2 giving 2H2O. So balancing the reaction, you get 2H2O. Now consider you are collecting some water from river, sea, ocean, rain water. നിങ്ങൾ എവിടുന്ന് വേണമെങ്കിലും വെള്ളം കളക്ട് ചെയ്തോ, എവിടുന്ന് വേണമെങ്കിലും വെള്ളം എടുത്തോ. ഓക്കെ അല്ലെ? ഈ വെള്ളം എടുത്തു കഴിഞ്ഞാൽ വാട്ടർ കണ്ടെയ്ൻ ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. 4 gram 2H2. ഹൈഡ്രജന്റെ വെയിറ്റ് 1 gram ആണ്. വെയിറ്റ് ഓഫ് ഹൈഡ്രജൻ is 1 gram. How many hydrogens are there? 2 into 2, 4. So 1 into 4, 4 gram. Now weight of oxygen, one oxygen is 16 gram. ഒരു ഓക്സിജന്റെ വെയിറ്റ് 16 ആണ്. 2 oxygen, O2 means 32, right? 32. 16 into 2, 32. So നിങ്ങൾ എവിടുന്ന് വെള്ളം എടുത്താലും, whether it's river or pond or sea water or ocean or from rain, എവിടുന്ന് വേണമെങ്കിലും വെള്ളം കളക്ട് ചെയ്തോ, ഈ വെള്ളത്തില് എപ്പോഴും if you consider water, it is made up of 4 grams of hydrogen and 32 grams of oxygen. എപ്പോഴും എവിടുന്ന് വെള്ളം എടുത്താലും, അത് നിങ്ങൾ എവിടുന്ന് വെള്ളം എടുത്താലും അവർ ഉണ്ടാക്കിയിരിക്കുന്നത്, ഈ വാട്ടർ ഉണ്ടാക്കിയിരിക്കുന്നത് 4 gram of ഹൈഡ്രജനും 32 gram ഓക്സിജനും കൂടിയാണ്. കേട്ടോ, 2 into 2, 4 hydrogen, 2 into O2, that is 32 gram oxygen, right? Now ratio of their mass. Now if you take the ratio of their mass, you will get 1:8, which is equal to simple ratio. അതൊരു simple ratio ആണ്. 1:8. So definite proportion states that a pure chemical compound, consider water. This is a pure chemical compound.
always contain the same elements, hydrogen and oxygen, same elements combined together in a fixed ratio by mass. നിങ്ങൾ എവിടുന്ന് വെള്ളം എടുത്താലും ഒരു കെമിക്കൽ കോമ്പൗണ്ട് വെള്ളം എടുക്കാം. let the chemical compound be water. Now if you are taking water from anywhere, എവിടുന്ന് വെള്ളം എടുത്താലും this water is made up of same elements. മഴവെള്ളം ആയാലും മഴയിലെ വെള്ളത്തിലും ഹൈഡ്രജൻ ഓക്സിജൻ ആണ്, സീ വാട്ടറിലായാലും ഹൈഡ്രജൻ ഓക്സിജൻ ആണ്, ഓഷ്യൻ വാട്ടറിലായാലും ഹൈഡ്രജൻ ഓക്സിജൻ ആണ്, പോണ്ട് വാട്ടർ ആയാലും ഹൈഡ്രജൻ ഓക്സിജൻ ആണ്, വെൽ വാട്ടറിലായാലും ഹൈഡ്രജൻ ഓക്സിജൻ ആണ്, റിവർ വാട്ടറിലായാലും ഹൈഡ്രജൻ ഓക്സിജൻ ആണ്. സോ നിങ്ങൾ എവിടുന്ന് വെള്ളം എടുത്താലും വാട്ടർ ഇസ് മെയ്ഡ് അപ്പ് ഓഫ് two elements, same elements, hydrogen and oxygen. And if you take their ratio of their masses, that ratio will be a simple fixed ratio. വെള്ളം ഉണ്ടാക്കിയിരിക്കുന്ന ഇവരുടെ റേഷ്യോ 1:8 എന്ന രീതിയിലായിരിക്കും. I'll explain with one more example. Consider carbon dioxide. നിങ്ങൾ എക്സേൽ ചെയ്യുന്നത് കാർബൺ ഡയോക്സൈഡ്, നിങ്ങൾ അല്ലെ ഓക്സിജൻ ഇൻഹെയിൽ ചെയ്തിട്ട് എക്സേൽ ചെയ്യുന്നത് കാർബൺ ഡയോക്സൈഡ് ആണ്. ആറ്റ്മോസ്ഫിയറിൽ കാർബൺ ഡയോക്സൈഡ് ഉണ്ട്. പ്ലാന്റ്സ് കാർബൺ ഡയോക്സൈഡ് അവര് അല്ലെ ഫോട്ടോസിന്തസിസിൽ യൂസ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ എവിടെ നിന്ന് വേണമെങ്കിലും കാർബൺ ഡയോക്സൈഡ് എടുക്കാം. Consider carbon dioxide. Now carbon dioxide, if you consider carbon dioxide from anywhere, you can collect carbon dioxide from anywhere. And this carbon dioxide is made up of two same elements. ഏത് കാർബൺ ഡയോക്സൈഡ് എവിടുന്ന് കാർബൺ ഡയോക്സൈഡ് എടുത്താലും രണ്ട് എലമെന്റ്സ് വെച്ച് ഉണ്ടാക്കിയിരിക്കുന്നത് two same. ഏതൊക്കെയാണ്? കാർബൺ ആൻഡ് ഓക്സിജൻ. 12 gram. Weight of one carbon is 12 gram. Weight of one oxygen is 16. 16 into 2 O2 ആണ്, 2 oxygen, that is 32 gram. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. ഇവരുടെ റേഷ്യോ എത്രയായിരിക്കും? 3:8. സോ ഇഫ് യു കൺസിഡർ കാർബൺ is made up of same elements, അല്ലെ? കാർബൺ എവിടെ നിന്ന് എടുത്താലും കാർബൺ ഉണ്ടാക്കിയിരിക്കുന്ന സെയിം എലമെന്റ്സ് വെച്ചാണ്. ഇനി എവിടെ നിന്ന് എടുത്താലും അവരുടെ ഈ എലമെന്റ്സിന്റെ മാസിന്റെ റേഷ്യോ, ഇറ്റ് വിൽ ബി എ സിമ്പിൾ റേഷ്യോ, ഇറ്റ് വിൽ ബി 3:8 in the case of carbon dioxide. So a pure chemical compound always contain same elements combined together in a fixed ratio by mass. Is it clear or not? Please tell me. Yes sir, clear. Clear sir. Clear, sir. Clear, Yes, sir. sir. Clear, sir. So please explain law of definite proportion. Anyone? Please explain law of definite proportion. Law of definite proportion. Sir, Law of fixed ratio. Okay. It's same chemical. Okay, tell me. What is explain the statement? Explain the statement അങ്ങനെ തന്നെ പറഞ്ഞേ. What is law of definite proportion? According to law of definite Compounds proportion. always contain exactly the same proportion of elements. Okay. According to law of definite proportion, it's the same chemical compound always contain, or a pure chemical compound sorry, always contain elements in a simple fixed ratio. Elements in a simple fixed ratio, or same elements in a simple fixed ratio. According to law of definite proportion, a pure chemical compound always contain the same elements combined together in a same or simple fixed ratio. Same or simple fixed ratio. സെയിം എന്ന് പറയാം നിങ്ങൾക്ക് എപ്പോഴും എവിടുന്ന് വാട്ടർ എടുത്താലും അതിലുള്ള ഹൈഡ്രജന്റെയും ഓക്സിജന്റെയും മാസിന്റെ റേഷ്യോ ഇറ്റ് വിൽ ബി 1:8. എവിടുന്ന് കാർബൺ ഡയോക്സൈഡ് എടുത്താലും അവിടെയുള്ള കാർബണിന്റെ ഓക്സിജന്റെ മാസിന്റെ റേഷ്യോ ഇറ്റ് വിൽ ബി ഈക്വൽ ടു 3.8. This law was proposed by Joseph Pross in the year 1799. 1799. The same chemical compound always contains same element combined together in a same fixed ratio by mass. Okay, is it clear? Yes, sir. Yes sir. So moving on to next. Yes, Okay, sir. moving on. Okay, thank you all, thank you for responding. Third law, and this law was proposed by John Dalton in the year 1803. 1799. After that, John Dalton in the year 1803, he proposed another law. That law is known as law of multiple proportion. Law of multiple proportion. Law of multiple proportion. Now, what is law of multiple proportion? എന്താണ് law of multiple proportion? Consider two elements. You can consider carbon and oxygen. This carbon and oxygen combines to form more than one type of compound. ഈ കാർബണും ഓക്സിജനും കൂടി കമ്പൈൻ ചെയ്തിട്ട് more than one type compound ഫോം ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, കാർബൺ ഓക്സിജൻ റിയാക്ട് ചെയ്താൽ എന്തൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാം? കാർബൺ ഡയോക്സൈഡും വരാം, കാർബൺ മോണോക്സൈഡും വരാം. So carbon and oxygen, consider two elements, carbon and oxygen, they combines to form more than one type of compound, carbon dioxide and carbon monoxide. Now if you consider the mass of
mass of carbon and oxygen in both the compound. Carbon oxygen mass നിങ്ങൾ കൺസിഡർ ചെയ്താണെങ്കിൽ രണ്ടിലും ഓരോ കാർബൺ വെച്ചേ ഉള്ളൂ. In carbon dioxide and in carbon monoxide both contain same number of carbon atom. കാർബണിന്റെ എണ്ണം സെയിം ആണ് 1 1. So weight is 12 gram 12 gram, right? But oxygen weight വ്യത്യാസമാണ്. The reason is here 2 oxygen, whereas in the case of carbon monoxide there is only 1 oxygen. So weight of 2 oxygen is 32. Weight of 2 oxygen 32 gram, whereas weight of 1 oxygen, ഒരു oxygen weight 60 gram. അത് നോക്കണമെന്നില്ല. O2, okay, half O2 balance ചെയ്ത് എഴുതിയതാണ്. O2 യുടെ weight 32, half O2 യുടെ weight 16. അത് ബാലൻസ് ചെയ്ത് നോക്കിയോ, അത് നോക്കണമെന്നില്ല. ഓടെ weight നോക്കിയാൽ മതി. ഓടെ weight എത്രയാണ്? 16 gram. So here, when two elements combines to form more than one type of compound, the mass of one of the element remains same. ഒരാളുടെ മാസ്, ഈ രണ്ട് പേരിലും ഒരാളുടെ മാസ് സെയിം ആയി നിന്നു. ആരുടെ മാസ്? കാർബണിന്റെ മാസ്. But mass of the other, അടുത്ത ആളുടെ മാസ് സെയിം അല്ല, but their bears a simple ratio. അവരുടെ റേഷ്യോ ഒരു സിമ്പിൾ റേഷ്യോ ആയിരിക്കും. എത്രയാണ് ഇയാളുടെ മാസ്? 32. What about this one? 16. അപ്പൊ ഓക്സിജന്റെ മാസ് ഡിഫറെന്റ് ആണ്. അവരുടെ ഒരാളുടെ കാർബൺ ഡയോക്സൈഡിലെ weight of oxygen is 32 gram and in carbon monoxide weight of oxygen is 16 gram. അവരുടെ റേഷ്യോ എത്ര വരും? 2:1. So when two elements, carbon and oxygen, when two elements combines to form more than one type of compound, the weight of one of the element, carbon, ഇതാണ് carbon ഇവിടെ സെയിം ആണ്. Weight of one of the element remains same, whereas the weight of the other element bears a simple ratio. വേറൊരു എക്സാമ്പിൾ എടുക്കാം. Consider hydrogen, this is known as hydrogen peroxide, H2O2, hydrogen peroxide, and this is water. Hydrogen and oxygen react to form hydrogen peroxide and hydrogen and oxygen react to form water. So same when two elements combines to form more than one type of compound. Okay, le? Now what mass of hydrogen? എത്രയാണ് hydrogen peroxide mass of hydrogen? 2 gram. Hydrogen mass 1 ആണ്. 1 into 2, 2 gram. ഇവിടെ oxygen വാട്ടറിലും ഹൈഡ്രജന്റെ മാസ് എത്രയാണ്? 2 gram. That is 1 into 2. Mass of hydrogen is 1. 1 into 2 hydrogens are there, so 2 gram. Now mass of O2 32 gram, 1 oxygen, so എത്ര കിട്ടും? 16 gram, right? ഇവിടെ 16 gram ആണ്. ഇത് 32, ഇത് 16. ഇവിടെ ഇയാള് സെയിം ആണ്. Mass of hydrogen remains same, but mass of oxygen bears a simple ratio. എത്രയാണ് വന്നത്? 32:16. You will get 2:1. Okay, so when two elements combines to form more than one type of compound, the weight of or mass of one of the element remains same, whereas mass of the other element bears a simple whole number ratio. Simple whole number ratio. So law of definite proportion states that when two elements combines to form more than one type of chemical compound, then the masses of one of the element that combine with the fixed mass of the other element bears a simple ratio. Is it clear or not? Is it clear or Yes, not? sir. Clear, sir. Clear, sir. Clear, sir. Yes, sir. Yes, sir. Yes, Clear. Thank you for responding. So tell me, please explain law of definite proportion. Law of definite proportion. Adira K. Law of definite proportion. Adira, please explain law of definite proportion. തെറ്റിയാലും കുഴപ്പമില്ല. Please explain law of definite proportion. Adira K. Adira, please explain. തെറ്റിയാലും കുഴപ്പമില്ല. Please try to explain law of definite proportion. Law of definite proportion. Adira, can you hear me, Adira? I think Adira is not responding. Okay, so moving on to next to yeah, Christina AS. Christina AS, can you explain what is law of definite proportion? What do you mean by law of definite proportion? Christina AS. compound always contain exactly the same proportion of elements by weight. Yeah, so a pure chemical compound always contain same elements. Okay, in a same fixed ratio. Okay, now Gogulnath, explain law of multiple proportion. Their elements, one of the elements in weight will be same, and other will not be same, but their ratio will be same. Simple ratio. Okay, their weight or ratio of their masses bears a simple ratio. When two elements, okay, Govinda, thank you.
പറഞ്ഞത് ശരിയാണ്. ലാസ്റ്റ് ഒന്ന് ജസ്റ്റ് ശ്രദ്ധിച്ചോണം. When two elements combines to form more than one type of compound, the mass of one of the element remains same, but mass of the other, അടുത്ത ആളുടെ mass same ആയിരിക്കില്ല. They bear a simple ratio. They bear a simple ratio. Okay, thank you, Gurunnath. So now law of conservation of mass. Aditya case, law of conservation of mass. Law of conservation of mass. Aditya case. Yes, sir. Tell me, Aditya Total case. mass of reactants is equal to the total mass of products Thank you, in dear. both Thank you. chemical and physical. Thank you. Yes, thank you. Right answer. Thank you. So ഇപ്പൊ ക്ലിയർ അല്ലേ? 3 ലോ പഠിച്ചില്ലേ? ഇത്രയേ ഉള്ളൂ. ഞാൻ അതാ പറഞ്ഞത്, ഇത് ഇമ്പോർട്ടന്റ് ആണ്. കാര്യം നമ്മള് ഈ ലോസ് എല്ലാ കേസിലും ശരിയാണെന്നല്ല, തെറ്റൊക്കെ ഉണ്ട്. ലോന് കുറെ തെറ്റൊക്കെ ഉണ്ട്. ഈ ലോസ് പക്ക കറക്റ്റ് ലോ ഒന്നും അല്ല. ചെറിയ മിസ്റ്റേക്സ് ഉണ്ട്. യെസ് ടെൽ മീ. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് പണ്ട് പഠിച്ച ഡെഫിനേഷൻ ഇല്ലേ? മാസ് ഇസ് neither be created nor be destroyed in a chemical reaction. അത് ഏതായാലും മാർക്ക് കിട്ടില്ലേ? അത് തന്നെയാണല്ലോ ഞാൻ അവിടെ എഴുതിയിരുന്നല്ലോ. മാറ്റർ ക്യാൻ neither be created nor be destroyed. അത് തന്നെ എഴുതാം. സെയിം ആണ്. ആ സെന്റൻസ് ആണ് ഞാൻ നോക്കണ്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ ചോദിച്ചതാ. ഇറ്റ്സ് ഓക്കെ ക്ലിയർ ആണ് മോളെ. അങ്ങനെ തന്നെ എഴുതാം. നിങ്ങൾക്ക് ഐഡിയ, അതിൽ ആ സെന്റൻസിൽ ഡെഫിനേഷന്റെ ഒരു പ്രത്യേകത, ഐഡിയാസ് വേണം. അത്രേ ഉള്ളൂ. ഐഡിയ ഉണ്ടായിരിക്കണം. എന്താണ് പറയാൻ ഉദ്ദേശിച്ചത് അത് പ്രോപ്പർ ആയിരിക്കണം. അത്രേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു ക്രിസ്റ്റിന. സോ ഇപ്പൊ എന്താ പറയാൻ വന്നേ? ഓക്കെ, ഈ ലോ എപ്പോഴും എല്ലാ എലമെന്റ്സും ഫോളോ ചെയ്യൊന്നുമില്ല. തെറ്റൊക്കെ ഉണ്ട്. ഈ ലോന് കുറെ തെറ്റൊക്കെ ഉണ്ട്. പക്ഷെ ഈ ലോ അറിയണം. ഇത് ബേസിക് ലോസ് ആണ്. പലപ്പോഴും ഇത് മെജോറിറ്റി കേസ് ഇത് ഫോളോ ചെയ്യും. ഫോളോ ചെയ്യാത്ത കേസുകളുണ്ട്. ഞാൻ പറയുന്നില്ല ഈ 5 ലോയും എപ്പോഴും ഫോളോ ചെയ്യുന്നു എനിക്ക് പറയാൻ പറ്റില്ല. തെറ്റുകളുണ്ട് ഈ ലോക്ക്. ഈ ലോ പ്രപ്പോസ് ചെയ്യുമ്പോൾ തന്നെ കുറെ തെറ്റുകളുണ്ട്. ബട്ട് ഇൻ മെജോറിറ്റി കേസസ് ദീസ് ലോ, when elements combines to form compounds, they will obey these laws. In majority of cases they obey these laws. എപ്പോഴും ഓർത്തോണം കേട്ടോ. മൂവിങ് ഓൺ ടു നെക്സ്റ്റ് ആൻഡ് ഫോർത്ത് ലോ. ഇത്രയും ലോ ഇപ്പൊ ക്ലിയർ ആയി കാണും. ഫോർത്ത് ലോ, സോ ഫസ്റ്റ് ലോ that is law of conservation of mass was proposed by law of conservation of mass proposed by good. Thank you all. Now a law of definite proportion was proposed by Joseph Okay, next law of multiple proportion was proposed by John Dalton. keep it up. Good. എല്ലാരും പറയുന്നുണ്ട്. എനിക്ക് ഇതാണ് വേണ്ടത്. നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ മതി എന്നോട്. അത്രേ ഉള്ളൂ. Now ഇത്തിരി ലോ ഇത്തിരി കൺഫ്യൂസിംഗ് ആണ്. പക്ഷെ നമുക്കൊന്ന് മനസ്സിലാക്കി ഈസിയാണ്. തുടക്കം ഇത്തിരി കൺഫ്യൂസിംഗ് ആണ്. നെക്സ്റ്റ് ലോ വാസ് പ്രപ്പോസ്ഡ് ബൈ Gay-Lussac in the year 1808. So law of multiple proportion was proposed by John Dalton in the year 1803. After 5 years, in the year 1808, Gay-Lussac proposed the next law. That law is known as law of combining volume, or it's also known as Gay-Lussac's law of combining volume. Now what is Gay-Lussac's law of combining volume? Okay. 2H2 plus Cl2 giving 2HCl. H2 plus Cl2 giving 2HCl. H2 plus Cl2 giving 2HCl. If you are taking 1 mole of one H2 will react with 1 Cl2. 1 H2 will react with 1 Cl2. You will get 2 HCl. Okay. Now, if you are taking 20 ml of H2 and 20 ml of Cl2, then obviously you will get 40 ml of HCl because their ratio is 1:1:2. നിങ്ങൾ നോക്കിക്കേ ഇവരുടെ റേഷ്യോ എത്രയാ? 1:2 അല്ലേ? സോ നിങ്ങൾ 20 ml H2 ഉം 20 ml Cl2 എടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് എത്ര ml കിട്ടും? 40 ml കിട്ടില്ലേ? ബിക്കോസ് അവരുടെ റേഷ്യോ അങ്ങനെയാണ്, 1:1:2 ആണ്. ഓക്കെ അല്ലേ? നൗ ഇതേപോലെ നമുക്ക് ലോയിലോട്ട് വരാം. അതിനു മുമ്പ് ഒരു ഐഡിയ. സോ ടെൽ മീ N2 plus 3H2 giving 2NH3. N2 2 nitrogen 3H2 6 hydrogen 3 into 2 6 hydrogen. So N2 1 mole of nitrogen react with 3 moles of hydrogen giving 2 mole of ammonia. So 1:3:2.
Now, if I'm taking 10 ml of nitrogen and 30 ml of hydrogen, then എത്ര ml ammonia കിട്ടും? 10 ml nitrogen, 30 ml hydrogen. Then amount of ammonia produced here. 20. 20 ആണോ 40 ആണോ? 20. 20. Right answer 10 ml, 30 ml, 20 ml. 20. അല്ലേ? ഇനി ലോയിലോട്ട് പോകാം. മനസ്സിലായി? ലോ കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. ലോ നിങ്ങൾ തന്നെ പറഞ്ഞല്ലോ. ഇനി എന്താണ് ലോയിൽ പറയാം കേട്ടോ നമുക്ക്. നിങ്ങൾ തന്നെ ലോ പറഞ്ഞു കഴിഞ്ഞു. When gases, this law was applied only for gases. The gases നുള്ള ലോ ആട്ടോ, വേറെ ആർക്കും അല്ല. For gases. ഈ ലോ ആർക്ക് മാത്രമുള്ളതാണ്? Gasesന്. പ്രത്യേകം നോക്കണം. When gases, when gases combines or are produced under similar condition of temperature and pressure, volume of reactant gases as well as volume of products bears a simple whole number ratio. Simple whole number ratio. അതായത് ഗ്യാസസിന്റെ കേസിൽ മാത്രമുള്ള ലോ ആണ്. നോക്ക്, ഹൈഡ്രജൻ ഗ്യാസ് റിയാക്ട് വിത്ത് ക്ലോറിൻ ഗ്യാസ് ഗിവിംഗ് HCl ഗ്യാസ്. മൂന്നും ഗ്യാസ് ആണ്. അപ്പൊ ഗ്യാസസിന് മാത്രം ഒബേ ചെയ്യണം, യൂസ് ചെയ്യണ ലോ ആണ് ഗേ-ലൂസാക്സ് ലോ. ലിക്വിഡ്സും സോളിഡ്സും ഒന്നും ഈ ലോ ഒബേ ചെയ്യില്ല. This law is obeyed only by, this law is observed only in the case of gases. സോളിഡും ലിക്വിഡും തരില്ല, ഗ്യാസ് ആയിരിക്കണം. റിയാക്ടൻസും പ്രൊഡക്ട്സും ഗ്യാസ് ആയിരിക്കണം. So when gaseous reactants react to form gaseous products, the volume of gaseous reactants and volume of gaseous products bears a simple ratio. എത്ര ratio? 20:20:4. That is 1:1:2. Now, അടുത്ത example. Gas, nitrogen gas, hydrogen gas, ammonia gas. Gas ആണ്, ഇടാൻ വിട്ടുപോയി. Sorry. Forgot to write a gas. Okay, so gas. So when gases reactants combines to form gaseous product, the volume of gases the ratio of gases reactants and gaseous products bears a simple ratio. So here, when 10 ml of nitrogen react with 30 ml hydrogen, you will get 20 ml ammonia. So their ratio is 1:3:2. So when gases reactants combines to form gaseous products, the ratio of volume of gases reactants and gaseous products bears a simple ratio. This is Gay-Lussac's law of combining volume. When gases combines or are produced under similar condition of temperature pressure. Temperature pressure same ആയിരിക്കണം, മാറാൻ പാടില്ല. Then volume of, അതായത് റിയാക്ഷൻ നടക്കുമ്പോൾ ഫുള്ള് ടെമ്പറേച്ചറും പ്രഷറും കോൺസ്റ്റന്റ് ആയിരിക്കണം. ഈ റിയാക്ഷൻ, അതായത് ഹൈഡ്രജൻ റിയാക്ട് ചെയ്ത് ഹൈഡ്രജൻ ക്ലോറിൻ റിയാക്ട് ടു ഫോം HCl, ഈ റിയാക്ഷൻ നടക്കുമ്പോൾ ഫുള്ള് ടെമ്പറേച്ചറും പ്രഷറും കോൺസ്റ്റന്റ് ആണ്. പ്രഷറും ടെമ്പറേച്ചറും മാറരുത്, അവർ കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ നിൽക്കണം. എങ്കിൽ then volume of reactant gases as well as volume of products bears a simple ratio. This is fourth law of conservation of mass. Law of combining volume. Gay-Lussac's law of combining volume. This law is observed only in the case of gaseous reactants and gaseous products. എല്ലാരും ഗ്യാസ് ആണെങ്കിൽ മാത്രമേ ഈ ലോ ഒബ്സർവ് ചെയ്യാൻ പറ്റുള്ളൂ. Is it clear or not? Clear, sir. Clear, sir. Clear, sir. ഉള്ളതിൽ ഇത്തിരി ഡിഫിക്കൽട്ട് ലോ ഇതാണ്. ഇത്തിരി മനസ്സിലാക്കാൻ ഇത് ചിലർ ശ്രദ്ധിക്കാതെ പോകും. ഗ്യാസ് ആണെന്ന് ശ്രദ്ധിക്കില്ല. We cannot apply this law in the case of solids and liquid. ഈ ലോ അപ്ലൈ ചെയ്യുന്നത് ഗ്യാസസിന് മാത്രമാണ്. നമ്മൾ പഠിക്കുമ്പോൾ അത് ശ്രദ്ധിക്കില്ല, ഗ്യാസ് ഒന്നും ശ്രദ്ധിക്കില്ല, നമ്മൾ ജസ്റ്റ് പഠിച്ചു പോകും. അങ്ങനെയല്ല, ദിസ് ലോ ഇസ് അപ്ലൈഡ് ഓൺലി ഇൻ ദ കേസ് ഓഫ് ഗ്യാസ്. സോളിഡിന് പറ്റില്ല, ലിക്വിഡിന് പറ്റില്ല. ഈ ലോ ഒബേ ചെയ്യില്ല. നിങ്ങൾ രണ്ട് സോളിഡ് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും സോളിഡ്സിന്റെ റിയാക്ടൻസിന്റെ വോളിയം ആയിരിക്കില്ല പ്രൊഡക്റ്റിന് കിട്ടുന്നത്. വ്യത്യാസം വരും വോളിയത്തിൽ. അതിന് കാരണങ്ങളൊക്കെ ഉണ്ട്. 12th എത്തുമ്പോൾ നമുക്ക് അതൊക്കെ പഠിക്കാം കേട്ടോ. ഇപ്പൊ നിങ്ങൾ ആ ലോ മാത്രം, ഇതൊക്കെ 12th ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സ്കിപ്പ് ചെയ്യേണ്ട, പഠിച്ചോ. ജസ്റ്റ് ഒരു മനസ്സിലാക്കാൻ ഈസിയല്ലേ, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഒരിക്കലും പഠിക്കാൻ വേണ്ടി പഠിക്കരുത്, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പഠിക്കുക. കാര്യങ്ങൾ ഐഡിയ മനസ്സിലാക്കുക. എന്താ നിങ്ങൾ പഠിക്കുന്നത് അത് മാത്രം ഒന്ന് ഓർത്ത് വെക്കുക. അത് കാണാതെ പഠിക്കേണ്ട. എന്താണ് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ നിങ്ങൾക്ക് അറിയട്ടി. ഫസ്റ്റ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. എന്താണ് റിയാക്ടന്റെ വെയിറ്റ്, അത് തന്നെയായിരിക്കും പ്രൊഡക്റ്റിന്റെ വെയിറ്റ്. മനസ്സിലായി? രണ്ടാമത്തെ ലോ എന്താ പറഞ്ഞേ? നിങ്ങൾ ഏതെങ്കിലും ഒരു കോമ്പൗണ്ട് എവിടുന്ന് എടുത്താലും, വാട്ടർ എടുക്കാം, വാട്ടർ എവിടുന്ന്, റിവറോ സീയോ എവിടുന്ന് വെള്ളം എടുത്താലും വെള്ളത്തിലുള്ള ഹൈഡ്രജന്റെയും ഓക്സിജന്റെയും മാസിന്റെ റേഷ്യോ
എപ്പോഴും സെയിം ആയിരിക്കും. അത് ഏത് വാട്ടർ എടുത്താലും അങ്ങനെയായിരിക്കും. അതാണ് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ. ഡെഫിനിറ്റ് ആയ പ്രൊപ്പോർഷൻ. ഡെഫിനിറ്റ് മീൻസ് ഫിക്സഡ് പ്രൊപ്പോർഷൻ. ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ അങ്ങനെ ഓർക്കുക. വെൻ രണ്ട് എലമെന്റ്സ് കമ്പൈൻ ചെയ്ത് മോർ ദാൻ വൺ കോമ്പൗണ്ട് ഫോം ചെയ്താൽ ആ കോമ്പൗണ്ട്സിൽ ഒരാളുടെ മാസ് സെയിം ആയിരിക്കും, മറ്റേ ആളുടെ മാസിന്റെ റേഷ്യോ സിമ്പിൾ റേഷ്യോ ആയിരിക്കും. ആൻഡ് ഫോർത്ത് ലോ മനസ്സിലായി. ഇൻ ദ കേസ് ഓഫ് ഗ്യാസസ് റിയാക്ടൻസിന്റെ വോളിയം, ഗേഷ്യസ് സ്റ്റേറ്റിലുള്ള റിയാക്ടൻസിന്റെ വോളിയം, ഗേഷ്യസ് സ്റ്റേറ്റിലുള്ള പ്രൊഡക്ട്സിന്റെ വോളിയം റേഷ്യോ എപ്പോഴും ഒരു സിമ്പിൾ റേഷ്യോ ആയിരിക്കും. 4 ലോ പഠിച്ചു. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ലോ അവഗാഡോസ് ലോ. അത് പഠിച്ചിട്ടുണ്ട്, എനിക്കൊരു 10th പഠിച്ചിട്ടുണ്ട് അവഗാഡോസ് ലോ. അവഗാഡോ ഇൻ ദി ഇയർ 1811. ഇത് പ്രപ്പോസ് ചെയ്തത് 1808 ഗെലുസാക്സ് ലോ പ്രപ്പോസ് ചെയ്യണത്. then in 1811 അവഗാഡോ പ്രപ്പോസ് അവഗാഡോസ് ലോ. ഭയങ്കര സിമ്പിൾ അല്ലോ. നോക്ക്, ഞാൻ 1 ലിറ്റർ വോളിയം എഴുതുന്നു, ലിറ്റർ ആക്കി എടുക്കുക. ഞാൻ 1 ലിറ്റർ ഹൈഡ്രജൻ എടുത്തു, 1 ലിറ്റർ ക്ലോറിൻ എടുത്തു. ഐ എം ടേക്കിംഗ് 1 ലിറ്റർ ഓഫ് ഹൈഡ്രജൻ ആൻഡ് 1 ലിറ്റർ ഓഫ് ക്ലോറിൻ ഇൻ എ ക്ലോസ്ഡ് സിലിണ്ടർ. ക്ലോസ്ഡ് ആയ സിലിണ്ടറിൽ 1 ലിറ്റർ ക്ലോറിനും 1 ലിറ്റർ ഹൈഡ്രജനും എടുക്കുന്നു. രണ്ടുപേരുടെയും ടെമ്പറേച്ചർ പ്രഷർ കണ്ടീഷൻ സെയിം ആണ്, കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. ഇയാളുടെയും ടെമ്പറേച്ചറും പ്രഷറും സെയിം ആണ്. 1 ലിറ്റർ ഹൈഡ്രജൻ 1 ലിറ്റർ ക്ലോറിൻ എടുക്കുകയാണ്. രണ്ടുപേരുടെയും ടെമ്പറേച്ചർ പ്രഷർ കോൺസ്റ്റന്റ് ആണ്. സോ അവഗാഡോ പറയുന്നത് എന്താന്ന് വെച്ചാൽ 1 ലിറ്റർ ഈക്വൽ വോളിയം ഓഫ് ഗ്യാസസിലാണ് ഇത്. ഈ ലോവും അപ്ലൈ ചെയ്യുന്നത്, ഈ ലോവും അപ്ലൈ ചെയ്യുന്നത് ഗ്യാസസിലാണ്. ഗ്യാസസ് ആണ്. സോ ഞാൻ 1 ലിറ്റർ ഹൈഡ്രജൻ ഗ്യാസ് ആൻഡ് 1 ലിറ്റർ ക്ലോറിൻ ഗ്യാസ് എടുക്കുകയാണ് ഇൻ എ ക്ലോസ് സിലിണ്ടർ. ആൻഡ് ഇഫ് I'm keeping temperature and pressure constant under similar condition of temperature and pressure, ഇവിടെ എത്ര മോളിക്യൂൾസ് ഉണ്ടോ, ഈ 1 ലിറ്റർ ഹൈഡ്രജനിൽ എത്ര മോളിക്യൂൾസ് ഉണ്ടോ അത്ര തന്നെ മോളിക്യൂൾ 1 ലിറ്റർ ക്ലോറിനിലും ഉണ്ടാവും. ബിക്കോസ് അവരുടെ വോളിയം സെയിം ആണ്. വോളിയം സെയിം ആണെങ്കിൽ ആ ഗ്യാസസിന് നമ്പർ ഓഫ് മോളിക്യൂൾസ് സെയിം ആയിരിക്കും. അണ്ടർ സിമിലർ കണ്ടീഷൻ ഓഫ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ഈക്വൽ വോളിയം ഓഫ് ഗ്യാസസ്, ഓൾ ഗ്യാസസ് ഹൈഡ്രജൻ ക്ലോറിൻ കമ്പയർ ചെയ്ത് ഈക്വൽ വോളിയം ആണ്. വോളിയം 1 ലിറ്റർ ഗ്യാസസ് contain equal number of molecule. അവരുടെ മോളിക്യൂളിന്റെ എണ്ണം സെയിം ആയിരിക്കും. If this 1 liter hydrogen gas contain n molecule, then 1 liter chlorine gas also contain n molecule. If they have temperature and pressure are same. ടെമ്പറേച്ചറും പ്രഷറും സെയിം ആണെങ്കിൽ ഏത് ഗ്യാസ് എടുത്താലും അവരുടെ വോളിയം സെയിം ആണെങ്കിൽ they contain equal number of molecule. This is our last and final law, Avogadro's law. ഒരു കാര്യം പറയട്ടെ, മോളിക്യൂൾസ് തന്നെ ആകണമെന്നില്ല, മോൾസും ആകാം കേട്ടോ. മോൾസ് എന്താണെന്ന് പിന്നെ പഠിപ്പിക്കാം, വരുന്നുണ്ട്. നിങ്ങൾ 10th പഠിച്ചു കാണും, എന്നാലും വരുന്നുണ്ട്. സോ മോളിക്യൂൾസ് എന്ന് പറയാം, ഓർ മോൾസ് എന്ന് പറയാം. ഈക്വൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഓർ മോൾസ്. അണ്ടർ സിമിലർ കണ്ടീഷൻ ഓഫ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ഈക്വൽ വോളിയം ഓഫ് ഗ്യാസസ്, ഓൾ ഗ്യാസസ് എന്ന് പറയാം, ഓർ ഗ്യാസസ് കണ്ടെയ്ൻ ഈക്വൽ നമ്പർ ഓഫ് മോളിക്യൂൾ. സോ ഞാൻ 1 ലിറ്റർ ഹൈഡ്രജനും 1 ലിറ്റർ ക്ലോറിനും എടുത്താൽ അവരുടെ മോളിക്യൂൾസിന് എണ്ണം സെയിം ആയിരിക്കും, n മോളിക്യൂൾ ആയിരിക്കും. എങ്കിൽ വാട്ട് അബൌട്ട് ഇഫ് ഐ എം ടേക്കിംഗ് 2 ലിറ്റർ ഹൈഡ്രജൻ ആൻഡ് 2 ലിറ്റർ ക്ലോറിൻ, എങ്കിൽ അവരുടെ മോൾസിന് എത്രയായിരിക്കും? സെയിം ആയിരിക്കും. അപ്പോ ഇവിടെ 2n ആണെങ്കിൽ ഇവിടെയും 2n. ഈക്വൽ വോളിയം എടുത്താൽ ഈക്വൽ നമ്പർ ഓഫ് മോൾസ് ആണ്. ഇവിടെ 2n ഉണ്ടെങ്കിൽ 2n, ഇവിടെ n ആണെങ്കിൽ ഇവിടെ n. ഈക്വൽ വോളിയം ആണെങ്കിൽ. This is our last and final law. This law was proposed by Avogadro in the year 1811. This law is known as Avogadro's law. Under similar condition of temperature, pressure, equal volume of all gases contain equal number of molecules or moles. Is it clear or not? Is it clear? Clear, sir. Clear, sir. So thank you for responding. Okay, thank you. ഇത്രയും നിങ്ങൾ പറഞ്ഞു മനസ്സിലായി, ഇത്രയും ക്ലിയർ ആയി. സോ ഇത്രയും ക്ലിയർ ആയെന്ന് മനസ്സിലായി. സോ 5 ലോ ഈസി ആയിട്ട് പഠിച്ചില്ലേ? ഞാൻ പറഞ്ഞു ഇത്രയേ ഉള്ളൂ, 5 ലോ സിമ്പിൾ ആണ്. പക്ഷെ ഇത് അറിയണം. ഈ ലോക്കിനൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. ഞാൻ എന്നെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ലെന്ന് വിചാരിക്കുന്നു. എൻ്റെ പേര് പറഞ്ഞിട്ടുണ്ട്. ഞാൻ റിസർച്ച് ചെയ്തുകൊണ്ടിരുന്നു. ഐസർ എന്ന് പറയും, കേട്ടിട്ടുണ്ടോ? ഐസർ എന്ന് കേട്ടിട്ടുണ്ടോ? ഐസർ, IISER. ഞാൻ ഐസറിൽ റിസർച്ചിന്. അപ്പോൾ അവിടെയൊക്കെ പോകുമ്പോൾ നമുക്ക് ബേസിക് ഐഡിയ അറിയണം. നിങ്ങൾ പഠിക്കാനൊക്കെ പോവുകയാണെങ്കിൽ ബേസിക് ഐഡിയ ആണ് അറിയേണ്ടത്. നിങ്ങൾ ഒരു എക്സാം ക്വാളിഫൈ ചെയ്യുന്നതിലല്ല കാര്യം, നോളജ് ആണ്. എത്രത്തോളം നോളജ് വെച്ച് എന്തൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, അതിലാണ് കാര്യം. അപ്പോൾ പഠിക്കുമ്പോൾ
പഠിക്കാൻ വേണ്ടി എക്സാമിന് വേണ്ടി പഠിക്കേണ്ട, മനസ്സിലാക്കാൻ വേണ്ടി പഠിക്കുക. എത്ര കാലമായാലും തലയിൽ തന്നെ കിടക്കും, എവിടെയും പോകണ്ട. ഓക്കെ, സോ അവിടെയൊക്കെ അങ്ങനെയാണ് സ്റ്റുഡൻസ് പഠിക്കുന്നത്. നിങ്ങൾക്ക് കുറെ പേർക്കൊക്കെ ആഗ്രഹം ഉണ്ടാവും ഐസറിലൊക്കെ പോകണം എന്നൊക്കെ. നിങ്ങളുടെ സീനിയേഴ്സിന് ഉണ്ടായിരുന്നു, കുറെ പേർക്ക്, എൻ്റെ കുറെ സ്റ്റുഡൻസിന് ഉണ്ടായിരുന്നു. ഞാൻ അവരെയൊക്കെ ഗൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരാൾ പോകാനുള്ള ചാൻസസ് ഉണ്ട് ഇപ്പോൾ. ഏകദേശം പുള്ളി 12th 96.5% ഉണ്ട്. ഐസറിന്റെ എക്സാം എഴുതാൻ പോവുകയാണ് പുള്ളി. ഐസറിന്റെ എക്സാം എഴുതണം, എന്നാലേ കയറാൻ പറ്റുള്ളൂ. പുള്ളി അതിനൊക്കെ പോകാൻ പോവുകയാണ്. ഓക്കെ, ഇത്രയും ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങളും പഠിക്കണം നന്നായിട്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ ചോദിക്കും. നൗ, അപ്പൊ ഇതാണ് 5 ലോ, ബേസിക് 5 ലോസ്. ബേസിക് 5 ലോസ്. Law of chemical combinations. Law of conservation of mass proposed by Lavoisier in the year 1789. Second law, law of definite proportion proposed by Joseph Proust in the year 1799. Third law, law of definite proportion proposed by John Dalton in the year 1803. Fourth law, law of combining volume or Gay-Lussac's law of combining volume proposed by Gay-Lussac in the year 1808. And last and final law, Avogadro's law proposed by Avogadro in the year 1811. Final 2 laws, last 2 laws, these 2 laws, that is Gay-Lussac's law and Avogadro laws. These 2 laws are applied only in the case of gases, reactants and gases products. Gas ആണെങ്കിൽ മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. Dalton's atomic theory. ഓക്കെ, ഡാൾട്ടൺ അടുത്തൊരു തിയറിയും കൂടി ഞാൻ പറയാൻ പോകണം. അടുത്തൊരു തിയറിയാണ് ഡാൾട്ടൺസ് ആറ്റമിക് തിയറി. ഞാനത് പറഞ്ഞു തന്നിട്ടുണ്ട്, കുറച്ച് പേരെങ്കിലും എൻ്റെ ക്ലാസ്സിൽ കേട്ട് കാണും, കുറച്ച് പേർക്കെങ്കിലും എൻ്റെ ഈ ടോപ്പിക്ക് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ കിട്ടാത്ത ആൾക്കാർക്ക് വീണ്ടും ഞാൻ പറയാൻ പോവുകയാണ്. ശ്രദ്ധിച്ച് കേട്ടിരിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക കേട്ടോ. ഓക്കെ, സോ ഡാൾട്ടൺസ് ആറ്റമിക് തിയറി കേട്ടോട്ടോ. ഡാൾട്ടൺസ് ആറ്റമിക് തിയറി, ജോൺ ഡാൾട്ടൺസ് ആറ്റമിക് തിയറി. നെക്സ്റ്റ് ചാപ്റ്ററിലാണ് ഇത് ഡീറ്റെയിൽ ആയിട്ട് വരുന്നത്. ആറ്റമിക് സ്ട്രക്ചർ, നെക്സ്റ്റ് ചാപ്റ്റർ സ്ട്രക്ചർ ഓഫ് ആറ്റം ഓർ ആറ്റമിക് സ്ട്രക്ചർ, അവിടെ ഡീറ്റെയിൽ ആയിട്ട് വരും. അപ്പൊ ഞാൻ വീണ്ടും ഞാൻ തന്നെ ആയിരിക്കും അത് എടുക്കുന്നത്. അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. ഇപ്പൊ ഒരിക്കൽ കൂടി ഞാൻ പറയാം. ഡാൾട്ടൺസ് ആറ്റമിക് തിയറി. John Dalton. This theory was proposed by John Dalton in the year 1808. John Dalton in the year 1808 ആണ് ഈ തിയറി പ്രപ്പോസ് ചെയ്യുന്നത്. ചില ബുക്സിൽ നിങ്ങൾ വായിക്കുന്ന ചില ബുക്കൊക്കെ വായിക്കുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഈ ഇയറിലായിട്ടായിരിക്കും എൻകൗണ്ടർ ചെയ്യണേ. 1806 to 1808 എന്നായിരിക്കും കാണുന്നത്. ആക്ച്വലി ഇദ്ദേഹം ഈ ഇയർ തൊട്ട് തന്നെ എക്സ്പെരിമെന്റ് ചെയ്തു തുടങ്ങി. എന്നിട്ടാണ് ഈ തിയറി പ്രപ്പോസ് ചെയ്യുന്നത്. ഈ ഇയറിലാണ് എക്സ്പെരിമെന്റ് ചെയ്തു തുടങ്ങുന്നത്. ബട്ട് എക്സ്പെരിമെന്റ് കൺക്ലൂഡ് ചെയ്ത് തീർന്നിട്ട് ഈ തിയറി കൊണ്ടുവന്നത് 1808 സോ in some books you may see 1808, in some books you may see 1806. ഈ ഇയർ നിങ്ങൾ വ്യത്യാസമായിരിക്കും കാണുന്നത്. വ്യത്യാസം ഒന്നുമില്ല. 1808 ഈ തിയറി പ്രപ്പോസ് ചെയ്യുന്നത്. ബട്ട് ഈ തിയറി പ്രപ്പോസ് ചെയ്യുന്ന മുമ്പ് he started his experiments in the year 1806. so 1806 മുതൽ 1808 വരെ എക്സ്പെരിമെന്റ് ചെയ്തിട്ടാണ് 1808 ഈ തിയറി പ്രപ്പോസ് ചെയ്യുന്നത്. അപ്പൊ ഇയർ കൺഫ്യൂസ് ആകണ്ട, പല ബുക്കിലും പലതായിട്ട് കിടക്കും, തെറ്റൊന്നുമില്ല, എല്ലാം ഒന്ന് തന്നെയാണ്. ഓക്കെ, സോ Dalton's atomic theory. Dalton atomic theory consists of 6 postulates. Dalton's atomic theory consists of 6 postulates. 4, 5, 6. 6 postulates. So Dalton's atomic theory consists of 6 postulates. First postulate: all the substance in the universe, substance or matter, all the substance in the universe is made up of small particle called atom. ലോകത്തിലുള്ള എല്ലാ വസ്തുക്കളും ഉണ്ടാക്കിയിരിക്കുന്നത് according to John Dalton, according to his atomic theory അനുസരിച്ച് അദ്ദേഹം പറയുന്നത് all the substance in the universe is made up of extremely tiny particle called atom. ഈ ലോകത്തുള്ള ഏത് വസ്തുക്കളും ഉണ്ടാക്കുന്നത് കുറെ ചെറിയ പാർട്ടിക്കിൾ വെച്ചിട്ടാണ്. ആ ചെറിയ പാർട്ടിക്കിളിന്റെ പേരാണ് ആറ്റം. For example, if you consider this marker is made up of so many tiny particles. That smallest tiny particle is known as atom. Our human body is made up of so many tiny particles. That smallest tiny particle is called an atom. So according to John Dalton's idea അനുസരിച്ച്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ തിയറി അനുസരിച്ച്, all the substance in the universe or all the matter in the universe is made up of extremely tiny particle. The tiny particle is known as atom. Actually, atom is a Greek word meaning indivisible. വീണ്ടും ചെറുതാക്കാൻ പറ്റില്ല. ഏറ്റവും ചെറിയ പാർട്ടിക്കിൾ, അതിനെ വീണ്ടും ചെറുതാക്കാൻ പറ്റില്ല. അതാണ് ആറ്റത്തിന്റെ മീനിങ്. സോ according to John Dalton's atomic theory, all the substance in the universe is made up of extremely or small tiny particle, extremely
small or extremely tiny particles called atoms. Atom is a Greek word meaning indivisible. First postulate മനസ്സിലായോ ഇല്ലയോ? Yes, sir. Yes, sir. Yes, sir. Yes, sir. Moving on to second and important postulate. Second postulate. If you consider an element, okay, sodium element. The sodium elements contain so many sodium atoms. Okay, atoms of same element. If you consider sodium element consists of so many sodium atoms. If you consider two of them, two sodium atoms consider. If you consider two sodium atoms, they have same properties. For example, their mass 23 gram. Rendinde mass 23 grams ആണ്. Rendinde atomic number 11 ആണ്. So atoms of same element. അപ്പോൾ ഏതൊരു പാർട്ടിക്കിളും ഏതൊരു സബ്സ്റ്റൻസും ഉണ്ടാക്കുന്ന കുറേ ചെറിയ പാർട്ടിക്കിൾ ആണ് ആറ്റം. ഇപ്പൊ സോഡിയം എന്ന് പറയുന്ന സബ്സ്റ്റൻസ്, സോഡിയം എലമെന്റ് ഇതൊരു സബ്സ്റ്റൻസ് ആണ്. ഇത് ഉണ്ടാക്കുന്ന കുറെ ചെറിയ പാർട്ടിക്കിൾ, ഇതാണ് ആറ്റംസ്. ഓക്കെ, നൗ ഇഫ് യു കൺസിഡർ ടു സോഡിയം ആറ്റം, ആറ്റംസ് ഓഫ് സെയിം എലമെന്റ്, രണ്ട് സോഡിയം എന്ന് പറയുന്ന സെയിം എലമെന്റിന് രണ്ട് ആറ്റംസ് എടുക്കുകയാണ്. ദേ ഹാവ് ഐഡന്റിക്കൽ പ്രോപ്പർട്ടി. അവരുടെ പ്രോപ്പർട്ടീസ് സെയിം ആണ്. ബിക്കോസ് രണ്ടുപേരും സോഡിയത്തിന്റെ ആറ്റംസ് ആണ്. So they have identical properties. That means their masses will be same, their atomic number will be same, all their properties will be same. Clear ആണോ? ഒരിക്കൽ കൂടി പറയാം, ഇതാണ് സോഡിയം എന്ന് പറയുന്ന ഒരു സബ്സ്റ്റൻസ്. എന്താ പറയുന്നത്? All the substance in the universe is made up of extremely tiny particle called atom. അപ്പൊ സോഡിയം എന്ന് പറയുന്ന ഒരു എലമെന്റ് സബ്സ്റ്റൻസ് എടുക്കുകയാണ്. And this substance is made up of so many tiny particle called sodium atom. Sodium atoms വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. These are sodium atoms, tiny particles. ഇത് വെച്ചിട്ടാണ് ഈ സോഡിയം എലമെന്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. Now if you consider two of the sodium atoms, these two atoms, അല്ലെങ്കിൽ if you consider these two sodium atoms, അല്ലെ, രണ്ടുപേരും ഒരേ എലമെന്റിന്റെ ആറ്റം ആണ്, സോഡിയത്തിന്റെ ആറ്റംസ് ആണ് രണ്ടുപേരും. അതുകൊണ്ട് അവരുടെ പ്രോപ്പർട്ടീസ് സെയിം ആയിരിക്കും, മാസും ആറ്റമിക് നമ്പറും എല്ലാ പ്രോപ്പർട്ടീസും. സോ ആറ്റംസ് ഓഫ് സെയിം എലമെന്റ്സ് ഹാവ് ഐഡന്റിക്കൽ പ്രോപ്പർട്ടീസ്. എക്സാമ്പിൾ മാസ്, ആറ്റമിക് നമ്പർ, എക്സെട്ര. Is it clear? Yes, sir. Yes, sir. Clear, sir. Clear, sir. Clear, sir. Sir. So first postulate, John Dalton's atomic theory is first postulate. And the first postulate? Atom is a small, tiny. All matter consists of indivisible particles called atoms. Right in the answer. universe. Okay. All the substance in the universe is made up of extremely tiny particle called atom. Atom is a Greek word meaning indivisible. Second postulate. Atom of the same element are identical in all respects. Okay. Atoms of same elements. Atoms of same element are identical in all its property, in all properties, or either property itself, whether it's chemical or physical, or if you consider any properties, atoms of same element, they have same properties. Same property. Now if you consider different elements, different substances, you consider sodium element and copper element. The sodium element is made up of so many sodium atoms. Copper element is made up of so many copper atoms. Now if you consider atoms of two different elements, if you consider atoms of two different elements, for example sodium and copper, so they are atoms of two different elements. Mass of sodium 23 gram, mass of copper 63.5 gram. Atomic number of sodium 11, atomic number of copper 29. So atoms of different elements have different properties. Atoms of different elements have different properties. Okay, different elements in atoms ആണെങ്കിൽ they always have different properties. Mass വേറെ ആയിരിക്കും, atomic number വേറെ ആയിരിക്കും. Okay, is it clear? Yes, sir. Yes, sir. Okay. Yes, sir. Okay. Yes, sir. Okay, moving on to fourth postulate. Fourth one. Compounds are formed when atoms of different elements combined in a fixed ratio. Compounds are formed when atoms of different elements combined in a fixed ratio. Compound. Carbon dioxide. Carbon dioxide is a compound. This carbon dioxide is formed from carbon and oxygen. Carbon and oxygen. Carbon atom oxygen atoms ആയിട്ട് combine ചെയ്തിട്ടാണ് carbon dioxide ഉണ്ടാകുന്നത്. So compound, carbon dioxide is a compound, and compounds are formed from compound. Carbon dioxide is formed when
carbon atom and oxygen atoms combines in a fixed ratio. Okay, if it is fixed ratio, carbon on the 2 oxygen, 1:2 ratio, carbon or oxygen and combine carbon dioxide. So compounds are formed when atoms of different elements, carbon element, carbon atom, oxygen element, oxygen atoms combine carbon dioxide compound form. Same way you can consider water. Water is a compound form. Water is formed from hydrogen and oxygen. Hydrogen and oxygen. This hydrogen atoms, hydrogen atom, extra hydrogen atom, you need nearly 4 hydrogen atom. 1, 2, 3, 4. Hydrogen atoms, hydrogen element in there. This is hydrogen element. Hydrogen element, hydrogen atoms, 4 hydrogen atoms. 1, 2, 3, 4. When it reacts with the oxygen element, when it reacts with oxygen, atoms of oxygen element, atoms, oxygen atom in the oxygen element in the oxygen atoms. Oxygen atom? 2 oxygen atom. Combine you are getting water, 2 moles of water. Water means compound. So a compound is formed from atoms of different elements, hydrogen atoms and oxygen atom. They belongs to 2 different states. Different elements. So atoms of different elements combines to form compounds. 4th postulate. Is it clear or not? Yes, sir. Yes, sir. Yes, sir. Yes, sir. Okay. Yes, sir. First postulate. First postulate. First postulate. All substances in the universe are made of indivisible unit tiny particles extremely All the substances in the universe are made up of extremely tiny particle called atoms. Second postulate. All elements, all all atoms are atoms of Atoms same of same element element identical, have both identical. same same element element. are Same identical. elements have the same Atoms of similar elements or atoms of same elements are identical in properties. Third property. Atoms of Atoms different of different elements have different properties. Atoms of different elements have different properties. Atoms of different elements have different properties. Right answer. Fourth postulate. Compounds are formed when atoms of different Atoms of different elements combine in a simple fixed whole number ratio. Right. So compounds are formed. Compounds are formed from combination of atoms of different elements in a fixed ratio. Compounds are formed by combination or a reaction of atoms of different elements in a fixed ratio. Or ratio combine 4 hydrogen and 2 oxygen. This ratio combine you will get water. I think it's clear. So moving on to 5th postulate. Moving on to 5th postulate. Chemical reactions involve reorganizations of atom. Chemical reaction involves reorganization of atoms. Reorganization of atoms. Chemical reaction reorganization. For example, consider H2 and I2 giving 2Hi. So this compound is formed from hydrogen atoms and iodine atoms. When they react, hydrogen atoms and iodine atoms, react. Okay, if we react HH, hydrogen atoms, 1 hydrogen atom, H2, H2, H, this is I2, I, bond. So during the course of reaction nadakumbo, HH bond breaks. II bond, HH bond, II bond break. They dissociate, break and dissociate in the chemistry break in the dissociate in the so HH bond dissociate and II bond dissociate. And a new bond is formed by hydrogen atoms and iodine atoms. HI. Ivarkedele bond HI. So a chemical reaction atoms reorganize bond break dissociate in the so HH bond and II bond dissociate and a new bond is formed by hydrogen and iodine. A new bond.
a new bond is formed by hydrogen. അപ്പോൾ ആറ്റംസ് എന്ത് ചെയ്തു? റീഓർഗനൈസ് ചെയ്തു. ഈ ബോണ്ട് ബ്രേക്ക് ചെയ്തു, ഈ ബോണ്ട് ബ്രേക്ക് ചെയ്തു, അല്ലെങ്കിൽ ഡിസോസിയേറ്റ് ചെയ്തു, ഈ ബോണ്ട് ഫോം ചെയ്തു. അപ്പൊ റീഓർഗനൈസ് ചെയ്തു ആറ്റംസ്. മനസ്സിലായോ? ഇവിടെ ഉണ്ടായ ആറ്റംസ് ഇങ്ങനെയായി, റീഓർഗനൈസ് ചെയ്തു. സോ കെമിക്കൽ റിയാക്ഷൻ ഇൻവോൾവ്സ് റീഓർഗനൈസേഷൻ ഓഫ് ആറ്റംസ്. Is it clear or not? Is it clear or not? Clear, sir. Clear, sir. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം വീണ്ടും. ഈ Sir, ഒരു പോയിന്റ് വട്ടം കൂടി പറയോ? അത് പറയാ മോളെ. ഇതിനു മുമ്പ് പറഞ്ഞ പോയിന്റ്സ് ഒക്കെ ക്ലിയർ ആണോ? അത് ക്ലിയർ ആണ്. ബാക്കി ഏതെങ്കിലും പോയിന്റ്സിൽ പറയണം ഞാൻ. ഏതെങ്കിലും പോയിന്റ്സ് പറഞ്ഞു. പ്രശ്നം ഉണ്ടായിരുന്നു. ഓക്കെ ഓക്കെ. ഇത് വേറെ ആർക്കെങ്കിലും ഇപ്പൊ പറഞ്ഞ 4 പോയിന്റ്സിൽ ഏതെങ്കിലും ഒരിക്കൽ കൂടി ഞാൻ പറയണോ? 4 points. We already discussed 4 postulates. Sir, fourth one ഒന്നും കൂടി പറയോ? Fourth one ഒന്നും കൂടി. Fourth one. Third or second or first ഒരിക്കൽ കൂടി പറയണോ? No sir. ഓക്കെ പറയണോട്ടെ. നിങ്ങളത് മടി കാണിക്കണ്ട. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. അതൊന്നും മടിയൊന്നും വേണ്ട കേട്ടോ. എന്നെ കണ്ടാൽ തന്നെ അറിയില്ലേ, ഭയങ്കര പാവോ, ഞാൻ ദേഷ്യപ്പെടാത്തൊരു സാറാണ്. എന്നെ കണ്ടാൽ തന്നെ അറിയാലോ. അപ്പൊ പിന്നെ ധൈര്യത്തിൽ ചോദിച്ചോ. 1000 ഡൗട്ട് ചോദിക്കണം. ഡൗട്ട് ചോദിക്കണം, എന്ത് ഡൗട്ടിലും ചോദിക്കണം. പക്ഷെ പഠിക്കുന്ന കാര്യങ്ങൾ ഈസി ആയിട്ട് മനസ്സിലായിരിക്കണം. സോ ഫോർത്ത് പോസ്റ്റ്ലേറ്റ് പറയുന്നത് ഇതാണ്. ഫോർത്ത് പോസ്റ്റ്ലേറ്റ് ഓൾറെഡി ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഫോർത്ത് പോസ്റ്റ്ലേറ്റ് ഹൈഡ്രജൻ ആറ്റംസ്. ഇതൊരു ഹൈഡ്രജൻ എലമെന്റ് ആണ്. ഹൈഡ്രജൻ എലമെന്റ്, ഓക്സിജൻ എലമെന്റ് combines to form water. Water is a compound. Water compound ആണ്. So hydrogen and oxygen, these two elements combines to form water, a compound. So hydrogen ആരാണ് കമ്പൈൻ ചെയ്യുന്നത്? H2. എത്ര H2? 2 H2. ഹൈഡ്രജൻ ആറ്റംസ് ആണിത്. one hydrogen atom and second hydrogen atom. H2. എത്ര H2 ഉണ്ട്? 2 H2. That is H2. Okay അല്ലേ? ഇതേപോലെ ഇത് ഓക്സിജൻ ആയിട്ട് കമ്പൈൻ ചെയ്യാണ്. ദീസ് ആർ ഓക്സിജൻ ആറ്റംസ്. വൺ ഓക്സിജൻ ആറ്റം ആൻഡ് സെക്കൻഡ് ഓക്സിജൻ ആറ്റം. ഡബിൾ ബോണ്ട് ആണ്. ഓക്സിജൻ ആറ്റത്തിൽ ഡബിൾ ബോണ്ട് ആണ്. ഓക്സിജൻ ആറ്റം, ഓക്സിജൻ ഡബിൾ ബോണ്ട് ആണ് ഓക്സിജൻ ആറ്റത്തിൽ. ഇത് ആറ്റം, ഹൈഡ്രജൻ ആറ്റം. 2 H2. സോ ഒരു H2, second H2. They react to form water, H2O compound. So elements in the ആരാ റിയാക്ട് ചെയ്യുന്നത്? ആറ്റംസ് ആണ്. Atoms of hydrogen atoms react with oxygen atom. So atoms of different elements, hydrogen atoms ഉം oxygen atoms ഉം രണ്ട് different elements ആണ്. ഈ രണ്ട് different elements ന്റെ atoms combine ചെയ്തിട്ടാണ് എന്ത് ഫോം ചെയ്യണത്? കോമ്പൗണ്ട് ഫോം ചെയ്യണത്. So atoms of different elements, hydrogen element, oxygen element, അവരുടെ ആരാണ് റിയാക്ട് ചെയ്യണത്? ആറ്റംസ് ആണ്. സോ ഈ എലമെന്റ്സിന്റെ ആറ്റംസ് റിയാക്ട് ചെയ്തിട്ടാണ് പ്രൊഡക്റ്റ് ഉണ്ടാകുന്നത്. You will get 2 water molecule. So എന്താ പറയണ്ടേ? Atoms of different elements combines to form compounds. Clear ആണോ? Yes sir. Yes sir. Okay. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഫോർത്ത് പോസ്റ്റ്ലേറ്റ് ക്ലിയർ ആണോ? ഫോർത്ത് പോസ്റ്റ്ലേറ്റ് Clear, sir. Okay. So atoms ആണ് കമ്പൈൻ ചെയ്യണത്. നിങ്ങളൊരു കോമ്പൗണ്ട് ഉണ്ടാകുമ്പോൾ എലമെന്റ്സിന്റെ ആറ്റംസ് കമ്പൈൻ ചെയ്തിട്ടാണ് കോമ്പൗണ്ട്സ് ഉണ്ടാകുന്നത്. ആറ്റംസ് ഓഫ് ഡിഫറെന്റ് എലമെന്റ്സ് കമ്പൈൻസ് ടു ഫോം കോമ്പൗണ്ട്സ്. ഇതാണ് ഫോർത്ത് പോസ്റ്റ്ലേറ്റ്. നൗ ഫിഫ്ത് പോസ്റ്റ്ലേറ്റ്. ഡ്യൂറിംഗ് ദ കോഴ്സ് ഓഫ് റിയാക്ഷൻ, when a reaction proceed, ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഇപ്പൊ വാട്ടർ ഉണ്ടാകുകയാണ്. വാട്ടർ ഉണ്ടാകുമ്പോൾ you are getting 2 moles of water. H2O. You are getting 2 moles of water. ഇതാണ് വാട്ടർ. H2O. ഇതാണ് വാട്ടർ. So during the course of reaction, when a reaction proceeds, ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ course of reaction നോ when a reaction proceeds എന്ന് പറയാം. അല്ലെങ്കിൽ during a course of reaction, hydrogen bonds will dissociate. ഈ H തമ്മിലുള്ള ബോണ്ട് ഡിസോസിയേറ്റ് ചെയ്യും. ഈ ഓയും തമ്മിലുള്ള ബോണ്ട് ഡിസോസിയേറ്റ് ചെയ്യും. എന്നിട്ട് ഇവരൊരു ബോണ്ട് ഫോം ചെയ്യും. ആര്? ഹൈഡ്രജൻ ഓക്സിജൻ H2O. ഇവരൊരു ബോണ്ട് ഫോം ചെയ്യും. HO. അതായത് ഈ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് bond between hydrogen and oxygen bonds will undergo dissociation and new bonds are formed between hydrogen and oxygen, H2O. So during the course of reaction, ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ
ആറ്റംസ് എന്ത് ചെയ്യുന്നുണ്ട്? റീഅറേഞ്ച് ചെയ്യുന്നുണ്ട്. ബോണ്ട് ബ്രേക്ക് ചെയ്തു, പുതിയ ബോണ്ട് ഫോം ചെയ്ത് റീഅറേഞ്ച് ചെയ്യുന്നുണ്ട്. ഇതാണ് ഫിഫ്ത്ത് പോസിറ്റീവ്. ഡ്യൂറിംഗ് ദ കോഴ്സ് ഓഫ് റിയാക്ഷൻ ഓക്കെ ആറ്റംസ് എന്ത് പറ്റും? ആറ്റംസ് എന്ത് ചെയ്യും? റീഅറേഞ്ച് ചെയ്യും. ശരിയല്ലേ? ഡ്യൂറിംഗ് ദ കോഴ്സ് ഓഫ് റിയാക്ഷൻ bonds dissociate. Bonds between atoms dissociate and new bonds are formed between atoms. So atoms are rearranged during the course of reaction. ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ ആറ്റംസ് റീഅറേഞ്ച് ചെയ്യുന്നുണ്ട്. എന്നിട്ടാണ് വാട്ടർ നോക്കിക്കേ, HH ഈ ബോണ്ട് ബ്രേക്ക് ചെയ്തു, ഈ ബോണ്ട് ബ്രേക്ക് ചെയ്തു, ഇവർക്കിടയിൽ ബോണ്ട് ഫോം ചെയ്തു. HOH 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 HO. So during the course of reactions atoms are rearranged. Is it clear? Yes, sir. Clear, Yes, sir. sir. Yes, sir. Yes, sir. Last and final posting. കഴിഞ്ഞു കേട്ടോ. ജോൺ ഡാൾട്ടന്റെ ആറ്റമിക് തിയറി കഴിഞ്ഞു. താങ്ക് യു. എല്ലാവരും റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. ഇതുപോലെ തന്നെ റെസ്പോണ്ട് ചെയ്യണേ. ലാസ്റ്റ് ആൻഡ് ഫൈനൽ പോസ്റ്റ്ലേറ്റ് ആറ്റം ക്യാൻ neither be created nor be destroyed in a chemical reaction. ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ ആറ്റംസിനെ നശിപ്പിക്കാനും പറ്റില്ല, ഉണ്ടാക്കിയെടുക്കാനും പറ്റില്ല. ആറ്റം ക്യാൻ neither be created nor be destroyed. ആറ്റത്തിനെ നശിപ്പിക്കാനും പറ്റില്ല, ഉണ്ടാക്കിയെടുക്കാനും പറ്റില്ല. Atom can neither be created nor be destroyed. Atom can neither be created nor be destroyed. These are the 6 postulates of John Dalton's atomic theory. John Dalton's atomic theory. All the substance in the universe is made up of made up of extremely tiny particle called atom. Atoms of same elements are identical property. Atoms of different elements have different properties. Atoms combines to form. Compounds are formed when atoms of different elements combines in a fixed ratio. So atoms of different elements combines to form compounds. It's clear ആയി കാണും. During the course of reaction, during a chemical reaction, okay, reorganization of atoms will occur. Okay, and last and final point, atom can neither be created nor be destroyed in a chemical reaction. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇന്ന് നമ്മളിപ്പോ 6 തിയറി പഠിച്ചു, 5 ലോയും ഒരു തിയറിയും പഠിച്ചു. 5 ഇമ്പോർട്ടന്റ് ലോസ് ആൻഡ് 1 തിയറി, ഒരു തിയറിയും പ്രപ്പോസ് ചെയ്തു പഠിച്ചു. ഇത്രയും ക്ലിയർ ആണോ? എനി ഡൗട്ട്സ്? No, sir. Clear, sir. താങ്ക് യു. No, sir. ഇനി Clear, sir. Clear, Any- sir. Clear, sir. ഓക്കെ ശരി. Clear, sir. Clear, sir. താങ്ക് യു. ഇനി നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക്കിന് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ വേണം. നിങ്ങൾ അങ്ങ് കൺഫ്യൂസ് ചെയ്യിക്കാൻ പോവുക മൊത്തത്തിൽ. Dalton's law of partial pressure ഇല്ലേ? ആ, അത് എടുത്തിട്ടുണ്ടോ? അത് എടുത്തിട്ടില്ല, ഞാൻ എടുത്തു തരാം. അത് പോട്ടെ, കുറച്ചൊന്ന് പോട്ടെ, എന്നിട്ട് ഞാൻ എടുത്തു തരാം കേട്ടോ. Okay, sir. Dalton's law of partial pressure എടുത്തു തരാവേ. Dalton's law of partial pressure. സോ ഒന്ന് കുറച്ച് പോട്ടെ. നമുക്ക് ഇപ്പൊ ഞാൻ ഇമ്പോർട്ടന്റ് ആയ കുറച്ച് കാര്യങ്ങളും അതൊക്കെയാണ് പറഞ്ഞത്. ഈ ഭാഗത്ത് തന്നെ ലോസ്. Dalton's law of partial pressure ഒന്ന് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു. അതിന് വേറെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടാണ്. ഓക്കെ, അതവിടെ കിടക്കട്ടെ. ഇനി നിങ്ങളുടെ അടുത്ത് ഞാൻ പഠിപ്പിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് കുറച്ച് കൺഫ്യൂസിങ് ആക്കാൻ പോകുന്ന ടോപ്പിക്കാണ്. നിങ്ങൾ കുറെ പേര് ചിലപ്പോൾ അരുൺ സാറിന്റെ ക്ലാസ് കേട്ട് കാണും, അപ്പൊ ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാകില്ല. ഇല്ലെങ്കിൽ ഞാൻ കൺഫ്യൂസ് ചെയ്യിക്കാൻ പോവുക നിങ്ങൾ. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ പുതിയൊരു യൂണിറ്റ് പഠിക്കാൻ പോവുകയാണ്. സാധാരണ നമ്മൾ വെയിറ്റ് പറയുന്നത് ഗ്രാംസിലൊക്കെയാണ്, പക്ഷെ നമ്മൾ പുതിയൊരു യൂണിറ്റ് പഠിക്കാൻ പോവുകയാണ്. യൂണിഫൈഡ് ആറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് പറയുന്ന ഒരു യൂണിറ്റ് പഠിക്കാൻ പോവുകയാണ്. അതിൽ കുറച്ച് ഇൻട്രൊഡക്ഷൻ തരണം. നിങ്ങളെ തെറ്റിക്ക് ഞാൻ ആദ്യം ഒന്ന് നിങ്ങളുടെ കൺസെപ്റ്റ്സ് നിങ്ങളൊന്ന് തിരുത്തിയിട്ട് എനിക്ക് പറയാം. ഓക്കെ, എൻ്റെ അടുത്ത ടോപ്പിക് അത് തന്നെയല്ലേ നോക്കട്ടെ. ഞാൻ മറന്നുപോയി. ഇത് കുറച്ച് കാലത്തിന് മുമ്പ് എഴുതി വെച്ചതാണ് ഈ നോട്ട്സ് ഒക്കെ. അടുത്ത ടോപ്പിക് അത് തന്നെയല്ലേ? ഓക്കെ, അതിനു മുമ്പ് ഒരു കാര്യം പഠിപ്പിക്കാനുണ്ട്. ഓക്കെ, അതിനു മുമ്പ് ഒരു കാര്യം പഠിപ്പിക്കാനുണ്ട്. ഞാൻ അത് പറഞ്ഞിട്ട് നമുക്ക് ഇതിലോട്ട് പോകാം. ഒരു വെയിറ്റിനെ കുറിച്ചൊക്കെ ഇനി പറയണമെങ്കിൽ ഈ കാര്യം കൂടി പറയണം. നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഇപ്പൊ പഠിച്ചു കേട്ടോ. ജോൺ ഡാൾട്ടൺ ആറ്റമിക് തിയറി വരെ. ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ്. ആറ്റംസ്. John Dalton പറയാണ് all the substance in the universe are made up of extremely tiny particle called atom എന്ന് പറയാണ്. ഓക്കെ, എല്ലാ വസ്തുക്കളും ഉണ്ടാകുന്ന കുറെ ചെറിയ പാർട്ടിക്കിളാണ് ആറ്റംസ് എന്ന് പറയുകയാണ്. ഇപ്പൊ കോപ്പർ എലമെന്റ് എടുക്കുകയാണെങ്കിൽ കോപ്പർ എലമെന്റ് ഉണ്ടാകുന്നത് കോപ്പർ ആറ്റംസ് വെച്ചിട്ടാണ്. ഓക്കെ, ചില ആൾക്കാർ പറയും ഒരു സബ്സ്റ്റൻസിന്റെ ഏറ്റവും ചെറിയ പാർട്ടിക്കിൾ മോളിക്യൂൾസ് ആണെന്ന് പറയും. ചില ആൾക്കാർ പറയും
ആറ്റംസ് അല്ല മോളിക്യൂൾസ് ആണ് ഏറ്റവും ചെറുതെന്ന് പറയും. സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ഓഫ് എ സബ്സ്റ്റൻസ് മോളിക്യൂൾസ് എന്ന് പറയും. സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ഓഫ് എ സബ്സ്റ്റൻസ് മോളിക്യൂൾ ആണെന്ന് പറയും. ജോൺ ഡാൾട്ടൺ പറഞ്ഞു ഒരു വസ്തുയുടെ ഏത് സബ്സ്റ്റൻസ് എടുത്താലും ഏറ്റവും ചെറിയ പാർട്ടിക്കിൾ ആറ്റംസ് ആണെന്ന് പറയും. ചില ആണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ ചില ആൾക്കാർ പറയും ഏത് സബ്സ്റ്റൻസ് എടുത്താലും ചെറിയ പാർട്ടിക്കിൾസ് മോളിക്യൂൾസ് ആണെന്ന് പറയും. അതെന്താ ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ വന്ന് കിടക്കുന്നേ? ചില ആൾക്കാർ ആറ്റംസ് പറയുന്നു, ചില ആൾക്കാർ മോളിക്യൂൾസ് എന്ന് പറയുന്നു. അതെന്താ ഇങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ? ഇപ്പൊ കോപ്പർ എടുക്കുകയാണെങ്കിൽ കോപ്പറിലെ ഏറ്റവും ചെറിയ പാർട്ടിക്കിൾസ് കോപ്പർ ആറ്റംസ് ആണ്. സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ഓഫ് കോപ്പർ എലമെന്റ് ഇസ് കോപ്പർ ആറ്റം. ബട്ട് ഇൻ ദ കേസ് ഓഫ് ഹൈഡ്രജൻ ഗ്യാസ് എടുത്താൽ ഏറ്റവും ചെറിയ പാർട്ടിക്കിൾ ഹൈഡ്രജൻ മോളിക്യൂൾ ആണ്. ഹൈഡ്രജൻ ആറ്റം അല്ല, ഹൈഡ്രജൻ മോളിക്യൂൾ ആണ്. വാട്ടർ എടുത്താൽ ഏറ്റവും ചെറിയ പാർട്ടിക്കിൾസ് മോളിക്യൂൾ എന്നേ പറയുള്ളൂ, വാട്ടർ മോളിക്യൂൾ. ഒരിക്കലും ഹൈഡ്രജൻ ഓക്സിജൻ ആറ്റംസ് എന്ന് പറയില്ല. അതേപോലെ ഹൈഡ്രജൻ മോളിക്യൂൾ എടുത്താൽ, ഹൈഡ്രജൻ ഗ്യാസ് എടുത്താൽ ഹൈഡ്രജൻ ഗ്യാസിലെ ഏറ്റവും ചെറിയ പാർട്ടിക്കിൾ ഹൈഡ്രജൻ മോളിക്യൂൾ എന്നേ പറയുള്ളൂ. ഒരിക്കലും ഹൈഡ്രജൻ ആറ്റംസ് ആണ് ചെറിയ പാർട്ടിക്കിൾ എന്ന് പറയില്ല. പക്ഷെ കോപ്പർ എലമെന്റ് എടുത്താൽ നമ്മൾ പറയും കോപ്പർ ആറ്റംസ് ആണ് ഏറ്റവും ചെറിയ പാർട്ടിക്കിൾ. അതെന്താ ചില കേസിൽ ആറ്റംസും ചില കേസിൽ മോളിക്യൂൾസും പറയുന്നത്? എന്താ ഡിഫറൻസ്? എന്താ അങ്ങനെ പറഞ്ഞത്? ഹൈഡ്രജൻ ആറ്റംസ് സ്റ്റേബിൾ അല്ലാത്ത കാരണമാണോ? അത് തന്നെ റൈറ്റ് ആൻസർ. ഇനി അതിലൊന്നും കൺഫ്യൂഷൻ ഒന്നും വേണ്ട. റൈറ്റ് ആൻസർ. എനിവേ റൈറ്റ് ആൻസർ, ഗുഡ് ആൻസർ കേട്ടോ. എന്തുകൊണ്ടാണെന്ന് പറയും. ചില കേസിൽ മോളിക്യൂൾസ് ആണ് നമ്മൾ പറയാം, സ്മോളസ്റ്റ് പാർട്ടിക്കിൾ മോളിക്യൂൾസ്. ചില കേസിൽ ആറ്റംസ് പറയും. ഇപ്പൊ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരും. കൺഫ്യൂഷൻ ഒന്നും വേണ്ട, രണ്ടും ശരിയാണ്. അത് എങ്ങനെയാണെന്ന് പറയാം. ഒരു കോപ്പർ മെറ്റൽസ് എടുത്താൽ it consists of so many copper atoms. ആണ് ഉള്ളത്. ഒരു കോപ്പർ എലമെന്റിന്റെ എല്ലാ സ്വഭാവവും നമുക്ക് കോപ്പർ ആറ്റം വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. You can explain all the properties of the copper element by using one copper atom. ഒരു കോപ്പർ ആറ്റം വെച്ച് ഈ കോപ്പർ എലമെന്റിന്റെ എല്ലാ പ്രോപ്പർട്ടിയും നമുക്ക് പറയാൻ പറ്റും. അപ്പൊ ഇവിടെ ഏറ്റവും ചെറിയ പാർട്ടിക്കിൾ നമുക്ക് എലമെന്റ് ആണെന്ന് പറയാം, ആറ്റം ആണെന്ന് പറയാം. കാര്യം ഒരു കോപ്പർ എലമെന്റ് എടുക്കുകയാണെങ്കിൽ ഈ കോപ്പർ എലമെന്റിന്റെ എല്ലാ പ്രോപ്പർട്ടീസും നമുക്ക് എന്ത് വെച്ച് പറയാൻ പറ്റും? ഒരു കോപ്പർ ആറ്റം വെച്ച് എടുത്ത് പറയാൻ പറ്റും. സോ നമുക്ക് ഇവിടെ പറയാം ഹിയർ ദ സ്മോളസ്റ്റ് റിപ്പീറ്റിംഗ് പാർട്ടിക്കിൾ ഇസ് ആറ്റം, or smallest particle is atom. Atom ആണ് ഇവിടുത്തെ ചെറിയ പാർട്ടിക്കിൾ എന്ന് പറയാം. ബട്ട് ഇൻ ദ കേസ് ഓഫ് ഹൈഡ്രജൻ, എന്നോട് ഇപ്പോ ആരോ പറഞ്ഞു, അലീന ആണെന്ന് തോന്നുന്നു, അലീന എന്നോട് പറഞ്ഞു, ഇഫ് യു കൺസിഡർ ഹൈഡ്രജൻ ഗ്യാസ്, ഹൈഡ്രജൻ ആറ്റത്തിന് ഹൈഡ്രജൻ ആയിട്ട് നിൽക്കാൻ പറ്റില്ല. ഹൈഡ്രജൻ ആറ്റം സ്റ്റേബിൾ അല്ല. ഹൈഡ്രജൻ കനോട്ട് എക്സിസ്റ്റ് ആസ് ഹൈഡ്രജൻ ആറ്റം. ഇവിടെ ഹൈഡ്രജൻ എക്സിസ്റ്റ് ചെയ്യണത് H2 ആയിട്ടാണ്, ഹൈഡ്രജൻ മോളിക്യൂൾ. H2 ഗ്യാസ് എന്നാണ് നമ്മൾ പറയുന്നത്. ഹൈഡ്രജൻ കനോട്ട് എക്സിസ്റ്റ് ആസ് ഹൈഡ്രജൻ ആറ്റം. ഹൈഡ്രജൻ ആറ്റം ആയിട്ട് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ അല്ലേ? ഹൈഡ്രജൻ എങ്ങനെയാണ് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്? ഹൈഡ്രജൻ മോളിക്യൂൾ H2 ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. സോ യു ക്യാൻ എക്സ്പ്രസ് or you can predict all the properties of hydrogen gas. ഈ ഹൈഡ്രജൻ ഗ്യാസിന്റെ എല്ലാ പ്രോപ്പർട്ടീസും നമുക്ക് ആരെ വെച്ച് പറയാൻ പറ്റും? ഹൈഡ്രജൻ മോളിക്യൂളിനെ വെച്ച് പറയാൻ പറ്റും. ഇവിടെ ഹൈഡ്രജൻ ആറ്റം വെച്ച് ഒരു പ്രോപ്പർട്ടിയും പറയാൻ പറ്റില്ല. ബിക്കോസ് ഹൈഡ്രജൻ ആറ്റം ഇസ് നോട്ട് സ്റ്റേബിൾ. സ്റ്റേബിൾ ആയത് ആരാണ്? അയാളാണ് എപ്പോഴും സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ആയിട്ട് പറയണേ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്റെ ഫസ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് അറിയില്ല, matter is made up of matter can be classified into different type based on the arrangement of particles എന്നാ ഞാൻ പറഞ്ഞേ. ഞാൻ ആറ്റംസ് എന്നല്ല പറഞ്ഞു. ഓർക്കുന്നുണ്ടോ? ഓർക്കുന്നില്ല അല്ലേ? ഓർക്കുന്നുണ്ട്, കുറച്ച് പേര് ഓർക്കുന്നുണ്ടാവും. ഞാൻ പറഞ്ഞത് matter can be classified into different types, solid, liquid or gas, based on the arrangement of particles എന്നാ ഞാൻ പറഞ്ഞേ. ഞാനിപ്പോ അതൊക്കെ എവിടെയാണെന്ന് എനിക്ക് അറിയില്ല, എനിക്ക് കണ്ടുപിടിക്കാനൊന്നും വയ്യ. ഞാനൊന്ന് പഠിപ്പിച്ച അങ്ങനെയായിരുന്നു. നിങ്ങൾ ചില ആൾക്കാരെങ്കിലും ഓർത്ത് കാണുമെന്ന് വിചാരിക്കുന്നു ഞാൻ. ബേസ്ഡ് ഓൺ ദി അറേഞ്ച്മെന്റ് ഓഫ് പാർട്ടിക്കിൾസ്, ആറ്റംസ് ആകാം, മോളിക്യൂൾസ് ആകാം, അയോൺസ് ആകാം. ഇങ്ങനെയാണ് ഞാൻ പഠിപ്പിച്ചത്, ഓർക്കുന്നുണ്ടായി നിങ്ങൾ? ഇത് പാർട്ടിക്കിൾസ് എന്നാ പറഞ്ഞേ. എന്തുകൊണ്ട് പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞു? ആറ്റംസ് എന്ന് പറഞ്ഞുകൂടെ എനിക്ക്? ഏറ്റവും ചെറിയ റിപ്പീറ്റിംഗ് യൂണിറ്റ് ആറ്റംസ് അല്ലേ? പക്ഷെ അങ്ങനെ പറയാൻ പാടില്ല. അത് എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ, ഒരാളുടെ ഒരു പാർട്ടിക്കിൾ എന്ന് വിളിക്കണമെങ്കിൽ, ഒരാളൊരു പാർട്ടിക്കിൾ, ഇപ്പൊ ഇയാളുടെ സ്വഭാവം കാണിക്കുന്നത് ഹൈഡ്രജൻ ആറ്റം അല്ല. ഹൈഡ്രജൻ ഗ്യാസിന്റെ എല്ലാ പ്രോപ്പർട്ടീസും you can explain all the properties of hydrogen gas by you taking hydrogen molecule.
Instead of that, if you are taking hydrogen atom, we cannot explain all the properties of hydrogen gas by taking hydrogen atom, because hydrogen atom is not stable. They always exist as hydrogen molecule. Our hydrogen molecule atom exist cheyanadu. Clear ano? So in the case of hydrogen gas, smallest particle as hydrogen molecule. This molecule വെച്ചിട്ടാണ് ഇവരുടെ എല്ലാ പ്രോപ്പർട്ടിയും നമ്മൾ പറയണം. Okay, but in the case of copper, കോപ്പറിന്റെ പ്രോപ്പർട്ടി പറയണമെങ്കിൽ കോപ്പർ ആറ്റം മതി. വാട്ടറിന്റെ കേസ് ഇതുപോലെയാണ്. വാട്ടറിന്റെ കേസ് പറയണമെങ്കിൽ നിങ്ങൾക്ക് വാട്ടറിന്റെ പ്രോപ്പർട്ടി എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ വാട്ടറിൽ ആരൊക്കെയാ ഉള്ളത്? H2O. നിങ്ങൾക്ക് ഹൈഡ്രജൻ ആറ്റം ഓക്സിജൻ ആറ്റം വെച്ച് പറയാൻ പറ്റുമോ വാട്ടറിന്റെ പ്രോപ്പർട്ടി? You cannot predict the properties of water by taking hydrogen atom and oxygen atom. You have to take H2O and all. അത് മൊത്തമായിട്ട് എടുക്കണം. You have to consider that whole molecule. You have to consider the whole molecule. Then only you can express the properties of water. Then only you can express properties of water. Or then only you can predict the properties of water. So here, the properties as explained by taking water molecule. അപ്പോൾ ഇവിടെ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ ആരാണ്? വാട്ടർ മോളിക്യൂൾ ആണ്. ആറ്റംസ് എന്ന് പറയാൻ പറ്റില്ല. ഇവിടെ മനസ്സിലായോ പിള്ളേരെ? ഞാൻ പറഞ്ഞത് മനസ്സിലായോ? മനസ്സിലാവുന്നുണ്ട്. അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കണം, നമ്മൾ സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ആറ്റം തന്നെയാണ്. എപ്പോഴും ഏത് വസ്തു ഉണ്ടാക്കുന്നത് ചെറിയ ആറ്റംസ് വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷെ ആറ്റം വെച്ച് ആ കോമ്പൗണ്ടിന്റെ പ്രോപ്പർട്ടി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. സോ എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ നമ്മൾ ആ മോളിക്യൂളിനെ ഒറ്റക്ക് എടുക്കണം, ഒരുമിച്ചെടുക്കണം. ഇവിടെ മോളിക്യൂളിനെ ഒരുമിച്ചെടുത്താൽ മാത്രമേ ഹൈഡ്രജൻ ഗ്യാസിന്റെ പ്രോപ്പർട്ടി പറയാൻ പറ്റുള്ളൂ. ഇവിടെ ഒരു ഹൈഡ്രജൻ ആറ്റം എടുത്തിട്ട് ഒരു കാര്യമില്ല, ബിക്കോസ് ഹൈഡ്രജൻ ഇസ് നോട്ട് സ്റ്റേബിൾ. എന്നോട് അലീന പറഞ്ഞ പോലെ ഹൈഡ്രജൻ ആറ്റം ഇസ് നോട്ട് സ്റ്റേബിൾ. സോ യു ഹാവ് ടു കൺസിഡർ ഹൈഡ്രജൻ മോളിക്യൂൾ ഹാസ് എ ഹോൾ ആയിട്ട് ഹൈഡ്രജൻ മോളിക്യൂളെ കൺസിഡർ ചെയ്യണം. Then only you can express or you can predict the properties of hydrogen gas. Same way in the case of water, if you take hydrogen atom and oxygen atom, you cannot express, you cannot explain properties of water. To explain the properties of water, you have to take water molecule as such. അങ്ങനെ തന്നെ എടുക്കണം, അല്ലാതെ ആറ്റം ആയിട്ട് എടുക്കരുത്. കോപ്പറിന്റെ കേസിൽ കുഴപ്പമില്ല, കോപ്പർ ആറ്റം എടുക്കണം. അപ്പൊ എപ്പോഴും ഓർത്തേക്കണേ. സോ എപ്പോഴും പ്രോപ്പർട്ടി പറയാൻ, ഒരു വസ്തുയുടെ പ്രോപ്പർട്ടി പറയാൻ പറ്റുന്ന ഏറ്റവും ചെറിയ പാർട്ടിക്കിൾ ആണ്, ഏറ്റവും ചെറിയ ആൾക്കാരാണ്. അത് ആറ്റംസ് ആകാം, മോളിക്യൂൾസ് ആകാം. അത് ആറ്റംസ് ആകാം, മോളിക്യൂൾസ് ആകാം. ഓക്കെ, ഈ മോളിക്യൂൾസ് ഉണ്ടാക്കിയിരിക്കുന്ന ആറ്റം വെച്ചിട്ടാണ്. നിങ്ങൾക്ക് പറയാം സാർ ഹൈഡ്രജൻ ഓക്സിജൻ ഹൈഡ്രജൻ വെച്ചിട്ടല്ലേ, അപ്പൊ ഹൈഡ്രജൻ ആറ്റം ഓക്സിജൻ ആറ്റം ഹൈഡ്രജൻ ആറ്റം വെച്ചിട്ടല്ലേ ഈ മോളിക്യൂൾ ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷെ ഉണ്ടാക്കിയാൽ മാത്രം പോരാ, പ്രോപ്പർട്ടി പറയാൻ പറ്റണം. ജോൺ ഡാൾട്ടൺ അത് പറഞ്ഞിട്ടില്ല. ജോൺ ഡാൾട്ടന്റെ തിയറിയിൽ എല്ലാ വസ്തുക്കളും ചെറിയ പാർട്ടിക്കിളാണ് ആറ്റം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരു വസ്തുയുടെ പ്രോപ്പർട്ടി പറയണമെങ്കിൽ ആ ചെറിയ പാർട്ടിക്കിൾ വെച്ച് പറയാൻ പറ്റണം. ഇവിടെ ഹൈഡ്രജൻ ആറ്റം വെച്ച് പറയാൻ പറ്റില്ല, ഹൈഡ്രജൻ മോളിക്യൂൾ ഹോൾ ആയിട്ട് എടുക്കണം. ഇവിടെ ഹൈഡ്രജൻ ആറ്റം വെച്ച് പറയാൻ പറ്റില്ല, വാട്ടർ ഹോൾ ആയിട്ട് എടുക്കണം, എന്നാലേ കിട്ടുള്ളൂ. സോ ഒരു വസ്തുയുടെ പ്രോപ്പർട്ടി, ഒരു വസ്തുയുടെ ഏതൊരു സബ്സ്റ്റൻസിന്റെ പ്രോപ്പർട്ടി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ പാർട്ടിക്കിൾ ആണ്. ഓക്കെ, അത് ചിലപ്പോൾ ആറ്റംസ് ആകാം, ചിലപ്പോൾ മോളിക്യൂൾസ് ആകാം. ഏതൊരു വസ്തുവിന്റെയും പ്രോപ്പർട്ടി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറുത് അത് ചിലപ്പോൾ ആറ്റംസ് ആകും, ആറ്റംസ് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം, ചിലപ്പോൾ മോളിക്യൂൾസ് വേണ്ടി വരും. ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ. കാര്യം ക്ലിയർ ആയി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ കൺസെപ്റ്റ് ഒന്ന് ഉണ്ടാക്കിയിട്ടേക്കണേ. ക്ലിയർ അല്ലെങ്കിൽ ആർക്കെങ്കിലും ക്ലിയർ അല്ലാതെ ഉണ്ടെങ്കിൽ ഇപ്പൊ പറയാം. സ്റ്റുഡൻസ്, ഐ ആം ആസ്കിങ് യു ഇഫ് ഇറ്റ്സ് നോട്ട് ക്ലിയർ ഒന്നുകൂടി പറയണോ? എവിടെയാ ഡൗട്ട് വന്നത്, എവിടെയാണെന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കൽ കൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. എവിടെയാ ഡൗട്ട് വന്നേ? സർ, ആദ്യം നമ്മള് ഇതെടുത്തപ്പോ ആറ്റം ആണ് നമ്മള് സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ആയിട്ട് എടുത്തത്. സെക്കൻഡ് കേസിൽ നമ്മൾ മോളിക്യൂൾ ഓഫ് ഹൈഡ്രജൻ നമ്മൾ സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ആയിട്ട് എടുത്തു. തേർഡ് കേസിൽ വരുമ്പോ വാട്ടർ ആണോ H2O ആണോ നമ്മൾ സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ആയിട്ട് എടുക്കുക? H2 ഇവിടെ H2O ഇതല്ലേ സ്മോളസ്റ്റ് പാർട്ടിക്കിൾ. ഇയാളുടെ സ്വഭാവം കാണിക്കുന്ന ആള് വേണം സ്മോളസ്റ്റ് പാർട്ടിക്കിൾ. ജോൺ ഡാൾട്ടന്റെ പ്രശ്നം എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ, ജോൺ ഡാൾട്ടൻ പറയുന്നത് all the substance in the universe is made up of extremely smaller particle called atom. ചെറിയ പാർട്ടിക്കിൾ ആറ്റം ആണെന്നാണ് അദ്ദേഹം പറയുന്നത്, അദ്ദേഹത്തിന്റെ തിയറിയിൽ പറയുന്നത്. According to John Dalton's atomic theory, according to his theory, all the substance in the universe is made up of, all the substance in the universe are made up of extremely tiny particle called atom. ശരിയാണ്, എല്ലാ വസ്തുക്കളും ഉണ്ടാക്കുന്ന ചെറിയ ആറ്റംസ് വെച്ചിട്ടാണ്. പക്ഷേ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, അങ്ങനെ പറയണമെങ്കിൽ, അങ്ങനെ പറ്റുമെങ്കിൽ ഈ ആറ്റം വെച്ചിട്ട് ഈ മാറ്ററിന്റെ സ്വഭാവം ഫുള്ള് പറയാൻ പറ്റണം. ഒരു ആറ്റം വെച്ചിട്ട്, ഓക്കെ, ഗോകുൽനാഥ് കൂടി കേട്ടോണം, ഗോകുൽനാഥിന് ഡൗട്ട് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കേട്ടോണം. ഒരു ആറ്റം എടുത്തു കഴിഞ്ഞാൽ, ഇപ്പൊ കോപ്പർ ആറ്റം എടുത്തു കഴിഞ്ഞാൽ കോപ്പർ എലമെന്റിന്റെ മൊത്തം പ്രോപ്പർട്ടി പറയാൻ പറ്റണം. നമ്മൾ കോപ്പർ ആറ്റം എടുത്തു കഴിഞ്ഞാൽ കോപ്പർ എലമെന്റിന്റെ മൊത്തം പ്രോപ്പർട്ടി ഈ ആറ്റം വെച്ച് പറയാൻ പറ്റണം. ഓക്കെ ആണോ? എങ്കിൽ നമുക്ക് പറയാം
ഇവിടെ റിപ്പീറ്റിംഗ് യൂണിറ്റ് ആറ്റം ആണെന്ന് പറയും. സോ കോപ്പർ എലമെന്റ് എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു കോപ്പർ ആറ്റം വെച്ചിട്ട് ഈ കോപ്പർ എലമെന്റിന്റെ മൊത്തം പ്രോപ്പർട്ടി നമുക്ക് പറയാൻ പറ്റും. സോ നമുക്ക് പറയാം കോപ്പർ ആറ്റം ആണ് ഇവിടുത്തെ സ്മോളസ്റ്റ് പാർട്ടിക്കിൾ എന്ന് പറയാം. മനസ്സിലായോ പറഞ്ഞത്? Yes, sir. Yes, sir. Yes, sir. ചൈതന്യൊക്കെ ക്ലിയർ ആണോ? ചൈതന്യ ഗോകുൽനാഥ്, is it clear? Clear, sir. But in the case of hydrogen, നമ്മൾ hydrogen എടുത്തു. If you consider hydrogen gas in a closed cylinder, Sir, mic mute ആയി. Thank you. ഞാൻ ശ്രദ്ധിച്ചില്ല, താനെ മ്യൂട്ട് ആയി. സോ നോക്ക്, if you consider hydrogen gas, ഗ്യാസിന്റെ പ്രോപ്പർട്ടി എക്സ്പ്ലെയിൻ ചെയ്യാൻ ഹൈഡ്രജൻ ആറ്റം എടുത്തിട്ട് കാര്യമില്ല. കാര്യം ഹൈഡ്രജൻ ആറ്റം സ്റ്റേബിൾ ആണോ അൺസ്റ്റേബിൾ ആണോ? Unstable. Hydrogen is stable only when it exists as H2 അല്ലെ? Hydrogen is stable in its molecular state, that is H2. Hydrogen is stable in its molecular state H2. അപ്പൊ ഇയാളാണ് സ്റ്റേബിൾ. അപ്പോ ഹൈഡ്രജൻ ഗ്യാസിന്റെ പ്രോപ്പർട്ടി പറയണമെങ്കിൽ H2 എടുക്കണം. അപ്പൊ ജോൺ ഡാൾട്ടൺ ഇത് പറയുന്നില്ല. ജോൺ ഡാൾട്ടൺ പറയുന്നത് എല്ലാ വസ്തുക്കളും ഉണ്ടാക്കുന്ന കുറെ ചെറിയ പാർട്ടിക്കിൾ വെച്ചാണ് ആറ്റംസ് എന്ന് മാത്രമേ അദ്ദേഹം പറയുന്നുള്ളൂ. പക്ഷെ അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും മനസ്സിലാക്കുകയാണ്, ഒരാളുടെ ഏറ്റവും ചെറിയ പാർട്ടിക്കിൾ എന്ന് പറയണമെങ്കിൽ ആ വസ്തുത ആ മാറ്ററിന്റെ മൊത്തം സ്വഭാവം ആ ചെറിയ പാർട്ടിക്കിൾ വെച്ച് പറയാൻ പറ്റണം. ഇപ്പൊ നമുക്ക് കോപ്പറിന്റെ എലമെന്റ് എടുത്താൽ കോപ്പർ ആറ്റംസ് വെച്ചിട്ട് നമുക്ക് കോപ്പർ എലമെന്റിന്റെ മൊത്തം പ്രോപ്പർട്ടി പറയാം. അപ്പൊ ജോൺ ഡാൾട്ടൺ പറഞ്ഞത് ശരിയായി, സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ഇസ് ആറ്റം. ശരിയാണ്, ജോൺ ഡാൾട്ടൺ പറഞ്ഞത് ശരിയാണ്. പക്ഷേ ഹൈഡ്രജൻ ഗ്യാസ് എടുക്കുക, യു കൻ നോട്ട് എക്സ്പ്ലെയിൻ ഓൾ ദ പ്രോപ്പർട്ടീസ് ഓഫ് ഹൈഡ്രജൻ ഗ്യാസ് ബൈ ടേക്കിംഗ് ഹൈഡ്രജൻ ആറ്റം. You cannot explain all the properties of hydrogen gas by taking hydrogen atom, but you can explain all the properties of hydrogen gas by taking hydrogen molecule, because hydrogen is stable in its molecular state. Hydrogen stable ആയിട്ട് നിൽക്കുന്നത് H2 ആയിട്ടാണ്. ഓക്കെ ആണോ? H2 ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ ഇവിടെ ഹൈഡ്രജൻ ആറ്റം എടുത്തിട്ട് കാര്യമുണ്ടോ? ഒരു ഹൈഡ്രജൻ ആറ്റം എടുത്തിട്ട് പ്രോപ്പർട്ടി പറയാൻ പറ്റുമോ? പറ്റില്ല. ജോൺ ഡാൾട്ടൺ പറയുന്നത് എല്ലാ പാർട്ടിക്കിളും ഉണ്ടാക്കുന്നത് ചെറിയ പാർട്ടിക്കിൾ ആറ്റംസ് ആണെന്നാ പറയണത്. പക്ഷെ ഒരു പ്രശ്നം എന്താന്ന് ചോദിച്ചാൽ, ചെറിയ പാർട്ടിക്കിൾ വെച്ച് ആ വലിയ വസ്തുയുടെ സ്വഭാവം ഫുള്ള് പറയാൻ പറ്റണം. ഓക്കെ, ജോൺ ഡാൾട്ടൺ തിയറി പ്രപ്പോസ് ചെയ്തപ്പോൾ നമ്മളത് പറയുന്നില്ല. ജോൺ ഡാൾട്ടൺ അതൊന്നും പറയുന്നില്ല. ഓക്കെ അല്ലെ? പക്ഷെ പിന്നെ നമുക്ക് മനസ്സിലായി, ഒരു വസ്തുയുടെ ചെറിയ പാർട്ടിക്കിൾ എന്ന് വെച്ചാൽ ആ മൊത്തം വസ്തുയുടെ സ്വഭാവം ആ ചെറിയ പാർട്ടിക്കിൾ വെച്ച് പറയാൻ പറ്റണം. ഇവിടെ പറയാൻ പറ്റും. അപ്പൊ ജോൺ ഡാൾട്ടന്റെ തിയറി ഇവിടെ ശരിയാണ്, ഏറ്റവും ചെറിയ പാർട്ടിക്കിൾ ആറ്റമാണ്. പക്ഷെ ഇവിടെ ഹൈഡ്രജൻ ആറ്റം എടുത്തു കഴിഞ്ഞാൽ ഹൈഡ്രജൻ ഗ്യാസിന്റെ പ്രോപ്പർട്ടി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. You can explain properties of hydrogen gas only by taking hydrogen molecule. അപ്പൊ ഇവിടെ ജോൺ ഡാൾട്ടന്റെ തിയറി തെറ്റാണ്. കാര്യം ഇവിടെ സ്മോളസ്റ്റ് റിപ്പീറ്റിംഗ് പാർട്ടിക്കിൾ നമുക്ക് മോളിക്യൂൾ എന്ന് പറയേണ്ടി വരും. കാര്യം എന്താ? ഇവിടെ മോളിക്യൂൾ ആണ്. ഇയാളുടെ മോളിക്യൂൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഹൈഡ്രജൻ ഗ്യാസിന്റെ സ്വഭാവം പറയാൻ പറ്റുള്ളൂ. ചൈതന്യ ഗോകുൽനാഥ് ക്ലിയർ ആണോ? ക്ലിയർ അല്ലെങ്കിൽ ക്ലിയർ അല്ലെന്ന് പറഞ്ഞു, ഒരു കുഴപ്പമില്ല. ഞാൻ വീണ്ടും പറഞ്ഞു. Clear ആണ്. ചൈതന്യ സർ, അപ്പോ ഈ സ്മോളസ്റ്റ് പാർട്ടിക്കിൾ എപ്പോഴും സ്റ്റേബിൾ ആവും എന്ന് നമുക്ക് പറയാൻ പറ്റില്ലേ? സ്റ്റേബിൾ ആകണം, ചെറിയ പാർട്ടിക്കിൾ സ്റ്റേബിൾ ആകണം. ഇവിടെ ചെറിയ പാർട്ടിക്കിൾ ഹൈഡ്രജൻ ആണ്, ഇത് സ്റ്റേബിൾ ആകണം. ഇപ്പൊ ഹൈഡ്രജൻ ആറ്റം എടുത്താൽ സ്റ്റേബിൾ അല്ല. ഓക്കെ സർ, ക്ലിയർ. മനസ്സിലായോ? ജോൺ ഡാൾട്ടന്റെ തിയറിയിൽ അദ്ദേഹം പറയുന്നത് സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ആറ്റം ആണെന്ന് പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ തിയറിയാണിത്. ഓക്കെ അല്ലെ? ഇപ്പൊ ഞാൻ പറയാണ്, ഞാൻ പണ്ട് കാലം ജനിച്ച് ഞാനൊരു തിയറി പറഞ്ഞു, അത് ശരിയാകണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഇത് നമ്മുടെ സയൻസ് അങ്ങനെയല്ലേ, ഒരു തിയറി ആരെങ്കിലും പറയും അത് തെറ്റാണെന്ന് പ്രൂവ് ചെയ്യും, വീണ്ടും ഒരു തിയറി പറയും തെറ്റാ. അപ്പോ അദ്ദേഹം പറയുന്നത് എല്ലാ സബ്സ്റ്റൻസും ഉണ്ടാക്കുന്ന ചെറിയ പാർട്ടിക്കിൾസ് ആണ് ആറ്റം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, ബട്ട് പിന്നെ നമുക്ക് മനസ്സിലായി, ഒരു ചെറിയ വസ്തു, ഒരു സബ്സ്റ്റൻസിന്റെ ചെറിയ വസ്തു എന്ന് പറയണമെങ്കിൽ ആ ചെറിയ വസ്തു ആ സബ്സ്റ്റൻസിന്റെ സ്വഭാവം കാണിക്കണം. ഓക്കെ, കോപ്പർ എലമെന്റ് എടുത്തു കഴിഞ്ഞാൽ കോപ്പർ എലമെന്റ് സ്വഭാവം ഫുള്ള് നമുക്ക് കോപ്പർ ആറ്റം വെച്ച് പറയാൻ പറ്റും. സോ ജോൺ ഡാൾട്ടന്റെ തിയറി ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും. സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ആറ്റം പറയാൻ പറ്റും. പക്ഷെ ഇതേ ഹൈഡ്രജൻ ഗ്യാസിൽ അപ്ലൈ ചെയ്ത് നോക്ക്. ഹൈഡ്രജന്റെ ആറ്റം എടുത്തു കഴിഞ്ഞാൽ ഹൈഡ്രജൻ ഗ്യാസിന്റെ സ്വഭാവം പറയാൻ പറ്റില്ല. ഒരു ചെറിയ പാർട്ടിക്കിൾ വെച്ചാണെങ്കിൽ അത് വെച്ചുള്ള സ്വഭാവം പറയാൻ പറ്റണം. അതുകൊണ്ട് ഹൈഡ്രജൻ ഗ്യാസിന്റെ കേസിൽ ആറ്റംസ് അല്ല ചെറിയ പാർട്ടിക്കിൾ, മോളിക്യൂൾസ് ആണ് ചെറിയ പാർട്ടിക്കിൾ. വാട്ടറിന്റെ കേസ് എടുക്ക്.
വാട്ടറിന്റെ കേസിൽ നിങ്ങൾക്ക് ഹൈഡ്രജൻ ആറ്റവും ഓക്സിജൻ ആറ്റവും എടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും വാട്ടറിന്റെ പ്രോപ്പർട്ടി പറയാൻ പറ്റില്ല. സോ വാട്ടറിന്റെ ചെറിയ റിപ്പീറ്റിംഗ് പാർട്ടിക്കിൾ അല്ലെങ്കിൽ വാട്ടറിന്റെ ചെറിയ പാർട്ടിക്കിൾസ്, സ്മോളസ്റ്റ് പാർട്ടിക്കിൾസ്, ആറ്റംസ് എന്ന് പറയാൻ പാടില്ല. ബിക്കോസ് നിങ്ങൾക്ക് വാട്ടറിന്റെ ഒരു സ്വഭാവവും ഹൈഡ്രജൻ ഓക്സിജൻ വെച്ച് പറയാൻ പറ്റില്ല. ഇഫ് യു കൺസിഡർ വാട്ടർ H2O molecule, then you can explain all the properties of water. So here the repeating unit or the smallest repeating unit is molecule. മനസ്സിലായോ പറഞ്ഞത്? Is it clear? Yes, sir. ബാക്കിയുള്ളവർ റിമൈനിങ് സ്റ്റുഡൻസ് എന്താണ് അവസ്ഥ? ക്ലിയർ ആണോ? Is it clear? Clear, sir. എപ്പോഴും ഓർമ്മ. ഓക്കെ. ജോൺ ഡാൾട്ടൺ പറയുന്നുണ്ട് ആറ്റം വെച്ചാണെന്ന്. പക്ഷെ എപ്പോഴും അത് അംഗീകരിച്ചു കൊടുക്കാനൊന്നും പറ്റില്ല നമുക്ക്. അങ്ങനെ പറയണമെങ്കിൽ ആറ്റം വെച്ച് ആ മൊത്തം സബ്സ്റ്റൻസിന്റെ സ്വഭാവം പറയാൻ പറ്റണം. ഓക്കെ. പലപ്പോഴും ഇനി ഒരു കാര്യം കൂടി ഒന്ന് പറയട്ടെ. പലപ്പോഴും ഗ്യാസസ്, ഹൈഡ്രജൻ ഗ്യാസ്, നൈട്രജൻ ഗ്യാസ്, ഓക്സിജൻ ഗ്യാസ്, ഇവരുടെയൊക്കെ റിപ്പീറ്റിംഗ് യൂണിറ്റ് മോളിക്യൂൾസ് ആണ്. ആറ്റംസ് പറയില്ല. കാര്യം ഹൈഡ്രജൻ എക്സിസ്റ്റ് ചെയ്യുന്നത് H2 സ്റ്റേബിൾ H2 ആയിട്ടാണ്. ഓക്സിജൻ എക്സിസ്റ്റ് ചെയ്യുന്നത് O2 സ്റ്റേബിൾ O2 ആയിട്ടാണ്. നൈട്രജൻ എക്സിസ്റ്റ് ചെയ്യുന്നത് N2 സ്റ്റേബിൾ N2 ആയിട്ടാണ്. അപ്പൊ അവരുടെ ഒന്നും കേസിൽ സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ആറ്റം എന്ന് പറയാൻ പാടില്ല. അവരുടെ കേസിൽ സ്മോളസ്റ്റ് പാർട്ടിക്കിൾ മോളിക്യൂൾസ് ആണ്. ഒന്ന് എപ്പോഴും ഓർത്ത് വെച്ചേക്കണം. അതാണ് ബേസിക് കൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി. ഇതൊക്കെ ബേസിക് ആയ കൺസെപ്റ്റ്സ് ആണ്. ഇതൊന്ന് ക്ലിയർ ആക്കിയേക്കണേ, ശ്രദ്ധിച്ചേക്കണേ. സോ ഇൻ ദ കേസ് ഓഫ് ഗ്യാസസിനൊക്കെ എപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്നത് N2 O2 ഒക്കെയാണ്. അപ്പൊ അവരുടെയൊക്കെ മോളിക്യൂൾസ് ആണ് കേട്ടോ സ്മോളസ്റ്റ് റിപ്പീറ്റിംഗ് യൂണിറ്റ്. ഓക്കെ. സോ അതാണ് ഞാൻ ഇവിടെ എഴുതി വെച്ചേക്കുന്നത്. നിങ്ങൾക്ക് ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ഓഫ് സബ്സ്റ്റൻസ് മോളിക്യൂൾസ്. ഇവരിലൊക്കെ മോളിക്യൂൾസ് ആണ്, ഇവരിലൊക്കെ ആറ്റംസ് ആണ്. ഓക്കെ. ഞാൻ അത് ഇനി എങ്ങനെ തിരിച്ചറിയാമെന്നൊക്കെ പഠിപ്പിച്ചു തരാം. അതൊക്കെ സ്റ്റെബിലിറ്റി ഒക്കെ പഠിക്കുമ്പോൾ മനസ്സിലാവും. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മോളിക്യൂൾ. മോളിക്യൂൾസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻടു 2 types, homomolecular and heteromolecular. So anyone, what are homomolecular molecules? What are homomolecular molecules? It has one phase. It's not phase on the vegetable. It is not based on phase. Homo molecules. What are homo molecules? What are homo molecules? ശരി, എക്സാമ്പിൾ പറയാം. Same type of atom. Right answer, dear. Right answer. For example, hydrogen. Hydrogen is a molecule. അല്ലെ, ഹൈഡ്രജൻ മോളിക്യൂൾ ആണ്. HH, രണ്ട് ഹൈഡ്രജൻ ആറ്റം ചേർന്നതാണ് ഹൈഡ്രജൻ മോളിക്യൂൾ. അതാണ് ഹോമോ. Molecule which consists of only one type of atom. Chlorine, Cl2, same type atom. Fluorine, Ff, same type of atom. Br2, same type of atom. S8, sulfur 8 എണ്ണം, same type of atom. P4, 4 phosphorus, same type. ഇതൊക്കെ സെയിം homomolecular ആണ്. Heteromolecular means different molecule. Water, H2O, 2 hydrogen, 1 oxygen, different atoms. Ammonia, okay അല്ലേ? ഇതാണ് സംഭവം. അപ്പൊ എപ്പോഴും ഓർക്കുക സ്മോളസ്റ്റ് ആളെന്ന് പറയണമെങ്കിൽ ആ മാറ്ററിന്റെ സ്വഭാവം ഫുള്ള് കാണിക്കാൻ പറ്റണം. ചില കേസിൽ അത് ആറ്റംസ് ആണ്. അപ്പോൾ ജോൺ ഡാൾട്ടന്റെ തിയറി ശരിയായി. ചില കേസിൽ അത് മോളിക്യൂൾസ് ആണ്. ഇത്രയും പറഞ്ഞത് മനസ്സിലായോ? Is it clear? Yes, sir. ഓക്കെ. നോട്ട്സ് ഓൾറെഡി ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കിട്ടിയോ എന്ന് എനിക്ക് അറിയില്ല. നോട്ട്സ് ഞാൻ ഓൾറെഡി അയച്ചു കൊടുത്തിട്ടുണ്ട്. സോ നോട്ട്സ് നിങ്ങൾക്ക് കിട്ടും എത്രയും പെട്ടെന്ന്. പഠിച്ചോണം. അപ്പൊ നെക്സ്റ്റ് ക്ലാസ് ഈ വീക്ക് കുറേ ഞാൻ ഉണ്ടാവും. എനിക്ക് ലാസ്റ്റ് വീക്ക് എടുക്കാൻ പറ്റിയില്ല, നിങ്ങൾക്ക് ഒരു ദിവസം എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഈ വീക്ക് ഫുൾ